ജീവിച്ച് മുഅ്മിനായി മരിച്ച് മുത്തഖീങ്ങളോടൊപ്പം അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുക എന്ന വലിയ തത്വം നാട്ടുകാർ ഒരു പഴമൊഴിയാണെന്ന് പറയുകയും ചെയ്യും. അത് വളരെ സത്യമാണ്. മുസ്ലിമായി ജീവിച്ച് മുഅ്മിനായി മരിച്ച് മുത്തഖീങ്ങളോടൊപ്പം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുക. സത്യത്തിൽ അതാണ് നമ്മുടെ ധർമ്മവും അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യവും. നമ്മൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നത് അതിനു വേണ്ടിയാണ്, സ്വർഗത്തിലേക്ക് മുഅ്മിനായി മരിച്ച് മുസ്ലിമായി ജീവിച്ച് മുഅ്മിനായി മരിച്ച് മുത്തഖീങ്ങളോടൊപ്പം അവന്റെ സ്വർഗം ആസ്വദിക്കുക എന്നുള്ളത്. അതാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തിയത്. വസീഖല്ലദീന തഖൗ റബ്ബഹും, മുത്തഖീങ്ങളായ ആളുകളെ അല്ലാഹു വിളിച്ചു കൊണ്ടുപോകും. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. അവന്റെ റബ്ബ് മുത്തഖീങ്ങളെയൊക്കെ വിളിച്ചു കൊണ്ടുപോകും. ഒരു സ്വർഗത്തിന്റെ കാവൽക്കാരൻ അവന്റെ സ്വർഗത്തിന്റെ കവാടം തുറന്നു വെച്ചിട്ട് അതിലേക്ക് വിളിക്കും. സലാമുൻ അലൈക്കും തിബുതും ഫദ്ഖുലൂഹാ ഖാലിദീൻ. ഈ ഭൂമി ലോകത്ത് വെച്ച് നന്മ ചെയ്തവരെ, ഈ ഭൂമി ലോകത്ത് വെച്ച് അള്ളാഹുവിനെ ആരാധിച്ചവരെ, ഈ ഭൂമി ലോകത്ത് വെച്ച് അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ചവരെ, നന്മയുടെ വിളയാളങ്ങൾ ഇവിടെ സൃഷ്ടിച്ചവരെ, നന്മയുടെ വസന്തം സൃഷ്ടിച്ചവരെ, നിങ്ങൾ കടന്നു വരൂ, തൂബാലക്കും, നിങ്ങൾക്ക് ഇതാ സ്വർഗം തുറന്നു വെച്ചിരിക്കുന്നു, കടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തഖീങ്ങളെ സ്വർഗത്തിലേക്ക് വിളിച്ചു ചേർക്കുമത്രേ. അതാണ് മുത്തഖിയായിട്ട് മരിച്ചാലുള്ള നേട്ടം. മുത്തഖിയായി മരിക്കാൻ അതാണ് നമ്മുടെയൊക്കെ തേട്ടവും. മുസ്ലിമായി ജീവിച്ച് മുഅ്മിനായി മരിച്ച് മുത്തഖീങ്ങളോടൊപ്പം അവന്റെ സ്വർഗത്തിലേക്ക് ചെന്നെത്താനുള്ള മാർഗമാണ് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിമായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലപ്പുറം ഒരു ചിന്തയില്ല, അതിലപ്പുറം ഒരു കാഴ്ചപ്പാടില്ല, അതിലപ്പുറം മറ്റൊരു ജീവിതമില്ല. എല്ലാം നമ്മൾ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നതിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് അത് തന്നെയാണ്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് മനുഷ്യരെയൊക്കെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ? കുറെ പെണ്ണിട്ടാൻ വേണ്ടി, എന്നിട്ട് കുറെ കുട്ടികളുണ്ടാക്കിക്കോ, ഇവിടുന്ന് ഇങ്ങനെ നാട്ടിലെല്ലാരും ജീവിക്കും പോലെ അങ്ങനെ ജീവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണോ പടച്ച തമ്പുരാൻ ഈ ഭൂമി ലോകത്തേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഒരിക്കലും അല്ല. പിന്നെ ഈ ഭൂമി ലോകത്തേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹു ഒരു വലിയ ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യം എന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് ഒരു മനുഷ്യനെയും ഒരു ജിന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ, എന്റെ കൽപ്പനകളെ അനുസരിക്കാൻ വേണ്ടിയല്ലാതെ, ഞാൻ വിരോധിച്ചതിനെ ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് ഒരാളെയും സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹു പറയുകയാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് അവനെ ആരാധിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം, അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ള ലക്ഷ്യം. ഈ ഭൂമിയിലേക്ക് നമ്മൾ കടന്നു വന്നത് അതിനു വേണ്ടിയാണ്. അള്ളാഹുവിനെ ആരാധിക്കുന്നുവോ എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സമാധാനമുണ്ട്, എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ട്, എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യമുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ, നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത്. അവന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്ത് ജീവിക്കുക. ഈ ഒരൊറ്റ ലക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരൊറ്റ ലക്ഷ്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എന്റെ വിഷയം എന്ന് പറയാം, ആരും വാച്ചെടുത്ത് നോക്കണം, സമയമായോ ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ, അള്ളാഹു നമ്മളെ ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ച ലക്ഷ്യം നമ്മൾ സാക്ഷാത്കരിച്ചോ എങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി, പൂർണ്ണമായി. അതായത് ഈ ഭൂമി ലോകത്തേക്ക് മനുഷ്യനെ അള്ളാഹു പറഞ്ഞയച്ചതിന്റെ ആത്യന്തിക ലക്ഷ്യത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാണെങ്കിൽ
നമ്മുടെ ജീവിതം ധന്യമായി. ജീവിതത്തിൽ പിന്നെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കും. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. സാമ്പത്തികമായി, സാമൂഹികമായി, മാനസികമായി തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ പറയാനില്ല. എത്രയുമേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് മനുഷ്യരായ നമ്മൾ. അതേസമയം അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലേക്ക് ചെന്നാൽ, അടിസ്ഥാന തത്വത്തിലേക്ക് കടന്നുപോയാൽ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ വെറുതെയാണ്. ഈ ഭൂമി ലോകത്ത് വെച്ച് അഹങ്കരിക്കുന്നതും, ഈ ഭൂമി ലോകത്ത് വെച്ച് സന്ദേഹപ്പെടുന്നതും, ഈ ഭൂമി ലോകത്ത് വെച്ച് ദുഃഖിക്കുന്നതും ഒക്കെ വെറുതെയാണ്. ഈ ഭൂമിയിൽ ഒരാൾക്ക് ദുഃഖമുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ഈ ഭൂമി ലോകത്തേക്ക് എന്തിനു വന്നു എന്നുള്ള ലക്ഷ്യത്തെ മറന്നവനാണ് എന്നതാണ് ശരി. ഭൂമിയിലേക്ക് ലക്ഷ്യത്തെ മറന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദുഃഖം ഉണ്ടാകും. എനിക്ക് എന്നും പട്ടിണിയായിരിക്കും, പരിവട്ടമായിരിക്കും, എന്നും ജീവിതത്തിൽ പരാതികൾ മാത്രമേ ഉണ്ടാകുള്ളൂ. പരാതികളുടെ ഭാണ്ഡങ്ങളുമായിട്ട് നടക്കുന്ന ആളായിരിക്കും. അത് ചിലപ്പോൾ മക്കളോടെ കുറിച്ച് പരാതിയായിരിക്കും, ചിലപ്പം ഉപ്പയെ കുറിച്ചുള്ള പരാതിയായിരിക്കും, ചിലപ്പം പെണ്ണുങ്ങളെ കുറിച്ചുള്ള പരാതിയായിരിക്കും, ചിലപ്പം മരുമക്കളെ കുറിച്ചുള്ള പരാതിയായിരിക്കും, അമ്മായിയെ കുറിച്ചുള്ള പരാതി. അങ്ങനെ തീരാ പരാതിയുടെ ഭാണ്ഡങ്ങളും പേറി നടക്കും. എന്നിട്ട് അത് തൊട്ടടുത്തുള്ള കടത്തിണ്ണയിൽ പോയി പറയും, തൊട്ടടുത്തുള്ള ഗ്രൗണ്ടില് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പരാതികളുടെ ഭാണ്ഡങ്ങൾ അടിച്ചുവിടും. നമ്മുടെയൊക്കെ സ്വഭാവങ്ങൾ പലരും നമ്മുടെ സ്വഭാവത്തിൽ പെട്ടതാണ്. അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഒരു വലിയ ദുരന്തമാണ്. വേവലാദികളും മാവലാദികളും പറഞ്ഞ് നമ്മുടെ ജീവിതം അങ്ങനെ കഴിച്ചു കൂട്ടുന്ന ഒരവസ്ഥ. സത്യത്തിൽ ഇവിടെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ച ഒറ്റ ഒരു ലക്ഷ്യം, അതാണ് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടേ ഇല്ല. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അവനെ ആരാധിക്കാം. ആരാധിച്ചത് കഴിഞ്ഞാൽ പോരെ. പിന്നെ നമ്മളെതിനെ ബാക്കിയുള്ള വിഷയങ്ങൾ ഇടപെട്ടിട്ട് തലപുകയിക്കുന്നത്? ആലോചിച്ചു നോക്കുക. അങ്ങനെ ആലോചിച്ചു നോക്കുമ്പോ ശരിയാലേ? അല്ലാതെ ആരാധിച്ച് നമ്മളെ ജീവിതം കഴിച്ച് അങ്ങനെ പോയാൽ പോരെ. പഠിച്ചവനാണ് നമ്മളെ സൃഷ്ടിച്ചത്. പഠിച്ചവൻ എന്തായാലും ഒരു ദിവസം നമ്മളെയൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. എന്നാ പിന്നെ അങ്ങനെ ആരാധിച്ച് പള്ളിയിൽ ഇബാദത്തും ചെയ്ത് ജീവിതം അങ്ങനെ കഴിച്ചു കൂട്ടിയാൽ പോരെ എന്ന ചിന്തയാണ് നമ്മളെ. അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ എത്തിയാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഏതൊരു അമലും അതിലൊരു നെഗറ്റീവ് നമ്മുടെ ജീവിതത്തിൽ വരൂല. അവിടെ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരൂല. ഇവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാതൽ എന്ന് പറയുന്നത് അത് മനസ്സമാധാനമില്ലായ്മയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ആത്യന്തിക ലക്ഷ്യം, ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വന്നതിന്റെ ആത്യന്തിക ലക്ഷ്യമായ അള്ളാഹുവിനെ ആരാധിക്കുക, അവന് വേണ്ടി ജീവിക്കുക എന്ന തത്വം നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നാ ഹദൈനാഹുസ് സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഭൂമിയിലേക്ക് മനുഷ്യന്മാരെ ഞാൻ അയച്ചു, അവരുടെ ജീവിത വഴികളെ നമ്മൾ കാണിച്ചു കൊടുത്തു, അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്തുകൊണ്ടാണോ? ഇനി അല്ല, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് ജീവിക്കുകയാണോ എന്ന് അള്ളാഹു പരിശോധിക്കുകയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറയുകയാണ്, ഈ ഭൂമി ലോകത്ത് അയക്കപ്പെട്ട മനുഷ്യർക്ക് മരണവും ജനനവും നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാണ് നല്ല നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്, മികച്ച പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമി ലോകത്ത് മുഴുവൻ മനുഷ്യരെയും പറഞ്ഞയച്ചിരിക്കുന്നത്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നന്മയിലൂടെ ജീവിക്കുന്നവരാരോ തിന്മയിലൂടെ ജീവിക്കുന്നവരാരോ അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കൊരു പരീക്ഷണമായിട്ടാണ് ജീവിതവും മരണവും അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്.
അപ്പൊ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന വിഷയം, ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അവന്റെ ത്വാഅത്തിലായി ജീവിച്ചാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും വരാനില്ല. ഇനി നമ്മുടെ ജീവിതത്തിന്റെ പുതിയ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാം. ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുപാട് എന്ന് പറയുന്നത് അത് കുടുംബമാണ്. നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ് കുടുംബം എന്ന് പറയുന്നത്. നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മുടെ വീട് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ചുകൊണ്ട് മറ്റൊരു ലോകത്തേക്ക് കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് ലഭിക്കുന്ന ഫലമാണ് സ്വർഗം എന്ന് പറയുന്നത്. ഈ ഭൂമി ലോകത്ത് അധ്വാനിച്ചുണ്ടാക്കിയ നന്മകളും കൊണ്ട് നമ്മൾ അടുത്ത ലോകത്തേക്ക് പോകുമ്പോൾ ആ നന്മകളെ തുലാസിൽ തൂക്കി നമ്മൾ സ്വർഗത്തിലേക്ക് അല്ലാഹു കൊണ്ടുപോകുന്നു. എന്നതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ ഉണ്ടാക്കുന്ന നന്മയുടെ ഫലമാണ് മക്കൾ എന്ന് പറയുന്നത്, കുടുംബം എന്ന് പറയുന്നത്, വീടെന്ന് പറയുന്നത്, ഭൗതിക സാഹചര്യങ്ങളൊക്കെയും. ആ ഭൗതിക സാഹചര്യങ്ങളിൽ നമ്മൾ തോറ്റുപോകാൻ പാടില്ല. നല്ല വിചാരത്തോടുകൂടെ അധ്വാനം മുതലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്നും സന്തോഷവും ആഹ്ലാദവും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് നൽകിയ സുഖങ്ങൾ എത്രയാ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാ. ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യർക്കും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ഈ ലോകം മുഴുവനും കണ്ടാസ്വദിക്കാനുള്ള കണ്ണുകൾ തന്നു. ഈ ലോകം മുഴുവനും കേൾക്കാനുള്ള, അറിയാനുള്ള ചെവി തന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും എടുത്തു പരിശോധിക്കുമ്പോൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൃത്യമായ ശുക്ർ നമുക്ക് നൽകാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തന്നിട്ട് നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സന്തോഷം ജീവിതത്തിൽ കൈമുതലാക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നത്, മനുഷ്യന്റെ സന്തോഷങ്ങളെ കെടുത്തിക്കളയുന്നത് കുടുംബത്തെക്കുറിച്ചുള്ള ചില വ്യാകുലതകളാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ സന്തോഷം, സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ നമുക്ക് സംഭവിക്കുന്നത്. ഒരു മത്സരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഒരു മത്സരത്തിൽ നമ്മൾ പങ്കെടുത്തു തോറ്റുപോയാൽ നമുക്ക് അവിടെ വിഷമമൊന്നും ഉണ്ടാവില്ല. ഇനി ഒരു ബിസിനസ്സിൽ നമ്മൾ പൊട്ടിയെന്ന് വിചാരിച്ചോ, കുറച്ചു കാലം ചെറിയൊരു വിഷമം ഉണ്ടാകും. എങ്കിലും നമ്മൾ അതിനെ റിക്കവർ ചെയ്യാൻ, അതിനെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്താൻ പറ്റും. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 10-20 വർഷത്തോളം നമ്മൾ നമ്മുടെ ജീവിതകാലത്ത് 10-20 വർഷത്തോളം ദാമ്പത്യ ജീവിതം നയിച്ച ഒരു ദമ്പതിയെ സംബന്ധിച്ചിടത്തോളം ഇടക്കാലത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തൊലാഖ് ചൊല്ലി പിരിയേണ്ടി വരുമ്പോണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം നിങ്ങൾ ആലോചിച്ച് നോക്ക്. 10-20 വർഷത്തോളമുള്ള ബന്ധങ്ങൾ ഒരു സുപ്രഭാതത്തിൽ എന്തോ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ വേർപിരിയേണ്ടി വരുമ്പോൾ അത്രയും കാലം സൂക്ഷിച്ചു പോന്നിരുന്ന ബന്ധങ്ങളെ മുഴുവനായും നശിപ്പിച്ചു കളയുന്ന, ബന്ധങ്ങൾ മുഴുവനും വികലമാക്കപ്പെടുന്ന ഒരു ദുരവസ്ഥ നമ്മളിലേക്ക് കടന്നു വരും. അവിടെയാണ് നമുക്ക് പരാജയം സംഭവിക്കുന്നത്. കുടുംബത്തിൽ നിന്നാണ് നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടത്. കുടുംബമാണ് നമ്മുടെ സമാധാനത്തിന്റെ ഗേഹം. നമുക്കറിയാം, മസ്ജിദ്, അള്ളാഹുവിന്റെ പള്ളി എന്ന് പറയുന്നത് അത് സുജൂദ് ചെയ്യാനുള്ള ഇടമാണ്. അറബിയിൽ പ്രയോഗിച്ചിരിക്കുന്നത് മസ്ജിദ് എന്നാണ്, സുജൂദ് ചെയ്യാനുള്ള സ്ഥലം, സമാധാനത്തിന്റെ ഗേഹം എന്നല്ല. ഓഫീസ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസിനെ കുറിച്ച് മക്തബ് എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ രാവിലെ എന്നും പോകാറുള്ള അങ്ങാടിയെ കുറിച്ച് സൂക്ക് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയും സമാധാനത്തിന്റെ ഗേഹം എന്ന് പറഞ്ഞിട്ടില്ല. സമാധാനത്തിന്റെ ഇടം എന്ന് സൂചിപ്പിച്ച ഒരേ ഒരു സ്ഥലം അറബിയിൽ പറഞ്ഞത് മസ്കൻ, വീട് എന്നാണ്. അപ്പൊ വീട്ടിൽ നിന്നാണ് നമുക്ക് സമാധാനം ഉണ്ടാവേണ്ടത്. അങ്ങനെ സമാധാനം കിട്ടണമെങ്കിൽ നമുക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. അതാണ് ഞാൻ ഇവിടെ ഓർമ്മിച്ചത്. അല്ലാഹുവിനെ ആരാധിക്കുക എന്ന ധർമ്മം നമ്മൾ ഏറ്റെടുക്കുന്നുവോ എങ്കിൽ നമ്മൾ അവിടെ വിജയിച്ചു. അല്ലാഹുവിന്റെ ആത്യന്തികമായ ആ ലക്ഷ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കുടുംബത്തിൽ നമ്മൾ തകർന്നു പോകില്ല, കുടുംബത്തിൽ നമ്മൾ തോറ്റുപോകില്ല. തൊട്ടടുത്ത അയൽവാസിയെ പോലെയാവണമെന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ പ്രശ്നം ആരംഭിക്കുന്നത്. കുടുംബത്തിൽ ഉള്ള തന്റെ ഭാര്യ പറയും, തൊട്ടടുത്ത
തൊട്ടടുത്തുള്ള അയൽവാസി വീടെടുത്തത് കാണുന്നില്ലേ? അതുപോലെ നമുക്കും നല്ലൊരു വീടെടുക്കണ്ടേ? തൊട്ടടുത്ത അയൽവാസി കാറും കൊണ്ട് പോകുന്നത് കാണുന്നില്ലേ? അതുപോലെ നമുക്കും ഒരു വീടെടുക്കുന്ന ഒരു കാർ എടുക്കണ്ടേ എന്നുള്ള ഒരു ചിന്തയാണ്. ആ ചിന്ത നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടെ ജീവിതത്തിൽ പൂർണ്ണത നഷ്ടപ്പെടുകയാണ്. ഉന്മേഷവും ആവേശവും നഷ്ടപ്പെടുകയാണ്. ഒറ്റ ലക്ഷ്യം നമുക്ക് ഉണ്ടാവണം, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ റിള. അതുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പരാജയപ്പെടാനില്ല. അള്ളാഹുവിന്റെ റിള എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയാണോ ആ അനുഗ്രഹങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എവിടെയാണ് നമുക്ക് അബദ്ധം പറ്റി പോകുന്നത്? പലപ്പോഴും കുടുംബ ജീവിതത്തിൽ നമ്മുടെ ജീവിതം സംതൃപ്തമല്ലാതിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം തകർന്നു പോകും. നമുക്കറിയാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി ഈ സ്വർഗത്തിലേക്ക് സൃഷ്ടിക്കപ്പെട്ട സമയം നമുക്കറിയാം. ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്ന ഒരവസ്ഥ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാത്രമാണ് ആദ്യമായിട്ട് ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്. വേറൊരാളും ഉണ്ടായിരുന്നില്ല. മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് ആദ്യം സൃഷ്ടിക്കപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ചു കാലം ഇങ്ങനെ ഒറ്റക്ക് ബോറടിച്ച് ജീവിക്കുമ്പോ അള്ളാഹു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു ഇണയെ നൽകുകയാണ്. ആരാണ് ആ ഇണ? ഇന്ന് ഇതുവരെ ജീവിച്ച മുഴുവൻ ഉമ്മമാരുടെയും ഉമ്മയായിട്ട്, മുഴുവൻ പെണ്ണിന്റെയും ഉമ്മയായിട്ട് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ എന്ന പെണ്ണ്. ആ പെണ്ണിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇണയായി സൃഷ്ടിക്കുന്നത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റക്ക് ബോറടിച്ച് നിൽക്കുന്ന സമയത്ത് അള്ളാഹു ആദം നബിയെ കിടത്തുറക്കി. ആ കിടത്തി ഉറക്കിയ സമയത്താണ് ആദം നബിയുടെ ശരീരത്തിൽ നിന്നും എന്തെടുക്കുന്നത്? ശരീരത്തിൽ നിന്നും വാരിയെല്ല് പുറത്തേക്ക് എടുത്തുകൊണ്ട് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ സൃഷ്ടിക്കുന്നത്. അവിടെ ഹവ്വാ ബീവി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് തലക്കുമേലെ ഒരാളെ കാണുന്നത്. അള്ളാഹുവിന്റെ ആദ്യത്തെ പ്രവാചകരായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, മാ അൻതി, ആരാ നീ എവിടുന്ന് വന്നു? എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ആരാണ് നീ എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞു, ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇംറഅത്തുൻ, ഞാനൊരു പെണ്ണാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ ആദ്യത്തെ പ്രവാചകരായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുകയാണ്, ലിമ ഖുലിഖ്തി, എന്തിനാ എന്നെ പഠിച്ചത്? ആദം നബിക്ക് അറിയില്ല, ആദ്യമായിട്ട് കാണുന്ന ഒരു സാധനാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറങ്ങുന്ന സമയത്ത് അള്ളാഹു ഒപ്പിച്ച പണിയാണ്. ആ സമയത്ത് ലിമ ഖുലിഖ്തി, നീ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോ ആ സമയത്ത് ഹവ്വാ ബീവി പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അതാണ് ഇവിടെയുള്ള മുഴുവൻ പെണ്ണുങ്ങളും കേൾക്കേണ്ടത്, അതാണ് ഇവിടെയുള്ള മുഴുവൻ സ്ത്രീകളും കേൾക്കേണ്ടത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി അള്ളാഹുവിന്റെ പ്രവാചകരായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇണയായി സൃഷ്ടിക്കപ്പെട്ട നമ്മുടെയൊക്കെയും ഉമ്മയായ, നമ്മുടെയൊക്കെയും മാതാവായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞു വെച്ച ഒരു മറുപടിയുണ്ട്. ലിമ ഖുലിഖ്തി, നീ എന്തിനാണ് പടക്കപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ആദ്യത്തെ പ്രവാചകരായ ആദം നബിയോട് പറഞ്ഞ മറുപടി, ലിതസ്കുന ഇലയ്യ, നിന്നിലേക്ക് സമാധാനമടയാൻ വേണ്ടിയാണ്, നിന്നിലേക്ക് സമാധാനമടയാൻ വേണ്ടിയാണ്, ഞാൻ നിങ്ങളിലേക്ക് സമാധാനമടയാൻ വേണ്ടിയാണ് എന്നെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹു. എന്ത് വിഷമം നിങ്ങൾക്കുണ്ടെങ്കിലും, എന്ത് പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും ആ പ്രയാസങ്ങൾ പരിഹരിക്കാനാണ് എന്നെ സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്. ആലോചിച്ചു നോക്കണം, നമ്മുടെയൊക്കെയും ഉമ്മാമയായ, നമ്മുടെയൊക്കെയും മാതാവായ ഹവ്വാ ബീവി ആദ്യമായിട്ട് കടന്നു വന്ന പെണ്ണ് ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത് തന്റെ ഭർത്താവിന്റെ എന്ത് വിഷമങ്ങൾ കടന്നു വന്നാലും ആ വിഷമങ്ങൾ പരിഹരിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് പെണ്ണ് ഈ ലോകത്തേക്ക് കടന്നു വന്നതെന്ന് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ആലോചിക്കണേ, നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ എത്രത്തോളം തന്റെ ഭർത്താവിനോട്, തന്റെ മാപ്പിളയോട് എത്രത്തോളം സഹവാസം കാണിക്കുന്നുണ്ട്, എത്രത്തോളം സ്നേഹം കാണിക്കുന്നുണ്ട്, എത്ര നല്ല നിലയിലാണ് അവർ പെരുമാറുന്നത്. ആലോചിച്ചു നോക്കണം. ഒരു ചെറിയൊരു സെർച്ച് നടത്തിയാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ, ഈ നാട്ടിലെ കുറിച്ചല്ല ഞാൻ പറയുന്നു, സാധാരണയിൽ നമ്മുടെ
കേരളത്തിന്റെ എന്നല്ല, ലോകത്തിന്റെ മൊത്തം അവസ്ഥ. ഒരു പെണ്ണ് എപ്പോഴും ആലോചിക്കും, ഞാനിതിനിപ്പോ ആണുങ്ങൾക്ക് ഇത്ര അധികം ചെയ്യാൻ പോണത്, അതിന് മാത്രം ആണുങ്ങൾ ആരാണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരാലോചിക്കേണ്ടത് സ്വന്തം ഭർത്താവിനെ കുറിച്ചാണ് ഇങ്ങനെ ഒരു മോശം പറയുന്നത് എന്ന്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നത് ലിതസ്കുനൂ ഇലൈഹാ, പെണ്ണിലേക്ക് സമാധാനം അടയാൻ വേണ്ടിയാണ് ആണ് എന്ന് പറയുന്നത്. ഭർത്താവ് പെണ്ണിലേക്ക് സമാധാനം അടയേണ്ടവളാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു, അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു അസ്വാജ, ഇണകളെ. എന്തിനു വേണ്ടിയാണ് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നത്? ലിതസ്കുനൂ ഇലൈഹാ, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, ജീവിതത്തിൽ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോ, അത്താണിയാവാൻ, ബോറടിക്കുമ്പോ ആ ബോറടി മാറ്റാൻ, ബുദ്ധിമുട്ട് വരുമ്പോ സമാധാനം കൊടുക്കാൻ, വൈതരണികൾ കടന്നു വരുമ്പോ സമാധാനം കൊടുക്കാൻ, എതിർപ്പുകൾ കടന്നു വരുമ്പോ താങ്ങാവാൻ, ക്ഷീണങ്ങൾ വരുമ്പോൾ ക്ഷീണമകറ്റാൻ, നഷ്ടങ്ങൾ വരുമ്പോ, ബിസിനസ് പൊളിയുന്ന സമയത്ത്, കേസിൽപ്പെടുന്ന സമയത്ത്, ശത്രുക്കൾ കൂടുന്ന സമയത്ത്, ഇങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോ തന്റെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ലിതസ്കുനൂ ഇലൈഹാ, അവൾക്ക് സമാധാനം കൊടുക്കാൻ കഴിയണം, തന്റെ ഭർത്താവിന് സമാധാനം കൊടുക്കാൻ കഴിയണം. വിഷമിച്ചു വരുന്ന ഭർത്താവിന് താങ്ങും തണലുമാവാൻ കഴിയണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. നമ്മൾ ആലോചിച്ച് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ച അല്ലാഹുവിന്റെ ഓർഡറാണ്. അല്ലാഹുവാണ് നമ്മളെയൊക്കെ പടച്ചത്. അല്ലാഹുവിന്റെ തീരുമാനമാണ് ആദ്യത്തെ പെണ്ണിനെ ഈ ലോകത്ത് പറഞ്ഞയച്ചിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്ത്? ലിതസ്കുനൂ ഇലയ്യ, ലിതസ്കുന ഇലയ്യ, എന്നിലേക്ക് സമാധാനം അടയാൻ വേണ്ടിയിട്ടാണ് ഭർത്താവായ നിങ്ങൾ എന്ന് പറയുന്ന ഒരു ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയത് കൊണ്ട് നമുക്കൊരു സമാധാനമാണ്. ഏതായാലും പടച്ചോൻ അങ്ങനെ ഒരു സൃഷ്ടിപ്പ്, അങ്ങനെ ഒരു കോർവ നളും ഈ ലോകത്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്കിനി പരിഭവപ്പെടാനില്ല. പെണ്ണുങ്ങളാണ് ആലോചിക്കേണ്ടത്. അല്ലാഹുവാണ് നമ്മളെ ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചത്. അവനാണ് തീരുമാനം എടുത്തു കഴിഞ്ഞത്. അവൻ തന്നെ നമ്മളെ തിരിച്ചു കൊണ്ടുപോകും. പിന്നെ ഒരു ഫെമിനിസ്റ്റിന് ഇവിടെ എന്ത് വാദങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നാലും അതിനൊരു അർത്ഥമില്ലല്ലോ. കാരണം എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ത് പറയുന്നു ആ പറയുന്നത് അങ്ങനെ തന്നെ അംഗീകരിക്കൽ, അനുസരിക്കൽ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു, പെണ്ണ് എന്ന് പറയുന്നത് തന്റെ ഭർത്താവിന് സമാധാനം കൊടുക്കേണ്ടവളാണ്. വീട്ടിൽ പ്രശ്നങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, എന്ത് വൈതരണികൾ കടന്നു വന്നാലും അതിനൊരു സമാധാനമാവാൻ പെണ്ണിന് കഴിയണം. ഇനി ആലോചിച്ച് നോക്കുക നമ്മുടെയൊക്കെ പെണ്ണുങ്ങളെ അവസ്ഥ. പെണ്ണുങ്ങൾ ആലോചിച്ച് നോക്കുക, എത്രത്തോളം സമാധാനം എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കൊറോഞ്ചത്ത കൊരങ്ങണ്ടോട്ട് എന്ന് പറയാറുണ്ട് അല്ലെ? വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് മുഖം ഇങ്ങനെ കറുപ്പിച്ചു നിൽക്കുന്ന ഭാര്യമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നന്മയുടെ വിളനിലങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ അല്ലാഹു ആക്കി തീർക്കുമാറാവട്ടെ. ഉപാധികളില്ലാത്ത സ്നേഹം കൈമാറപ്പെടുന്ന ഒരു കേന്ദ്രമാകണം. അതാണല്ലോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, സ്നേഹത്തിന്റെയും കരുണയുടെയും ഇടങ്ങളാവണം ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. പരസ്പരം സ്നേഹ കൈമാറ്റത്തിന്റെ, കരുണയുടെ കൈമാറ്റം നടക്കേണ്ട കേന്ദ്രമാവണം ഒരു ഭാര്യയും ഒരു ഭർത്താവും എന്ന്. ഈയിടെ മട്ടന്നൂരിലെ ഒരു പള്ളിയിൽ ഒരാള് വൈകുന്നേരം സുബഹിക്ക് മുമ്പേ പള്ളിയിൽ വന്ന് തഹജ്ജുദും നിസ്കരിച്ചു. ദുഹറും കഴിഞ്ഞു, അസ്റും കഴിഞ്ഞു, മഗ്രിബും കഴിഞ്ഞു, ഇശാവും കഴിഞ്ഞു, പള്ളിയിൽ നിന്ന് പോകുന്നില്ല. ഇതിങ്ങനെ 2-3 ദിവസം ഇങ്ങനെ തുടർച്ചയായപ്പോ പള്ളിയിൽ ഉസ്താദ് ചോദിച്ചത്രേ, എന്താ നിങ്ങൾക്ക് പറ്റിയത്? ആദ്യം കരുതി നല്ല ഭക്തി കൂടിയത് കൊണ്ട് ചിലപ്പോൾ ഇബാദത്തിലൊക്കെ നല്ല താല്പര്യം വന്നുകൊണ്ട് ഇങ്ങനെ പള്ളിയിലേക്ക് വരുന്നതായിരിക്കാം, ആവട്ടെ.
അങ്ങനെ മൂന്നാമത്തെ ദിവസം ഈ വരവ് കണ്ടപ്പോ ഉസ്താദ് ചോദിച്ചു, അല്ല എന്താ ഇങ്ങനെ പള്ളിയിൽ എന്തും കാണുന്നത്, നിങ്ങൾക്ക് വീട്ടിലൊന്നും പോണ്ടേ? സമയത്ത് അയാള് പറഞ്ഞത്രേ, വീട്ടിൽ പോയാല് ഒരു സമാധാനം കിട്ടൂല, വീട്ടിൽ പോയാല് ഭാര്യന്റെ തെറി കേൾക്കേണ്ടി വരും, മക്കള് അതിന്റെ അപ്പുറത്തെ ബാക്കി പറയുന്നത് കേൾക്കേണ്ടി വരും, അതുകൊണ്ട് പള്ളിയിൽ കുറച്ച് ഇരുന്നാൽ എനിക്കൊരു സമാധാനമാണ് എന്ന്. എന്നാൽ ഈ നിലപാടിനോടെതിരാണ് പരിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനത്തോടെതിരാണിത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനോടെതിരാണ്. എവിടെ നിന്നാണ് സമാധാനം നമുക്ക് കൊണ്ടുവരേണ്ടത്? അത് നമ്മുടെ വീട്ടിൽ നിന്നാണ്. വീട്ടിന്റെ ചുമരിൽ നിന്നല്ല, വീട്ടിലൊട്ടിച്ചിരിക്കുന്ന അത്യാധുനിക സൗകര്യത്തോടുകൂടി ഒട്ടിച്ചിരിക്കുന്ന മാർബിളിൽ നിന്നല്ല, അത്യാധുനിക സൗകര്യത്തോട് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്ന നമ്മുടെ മണിയറയിൽ നിന്നുമല്ല. പക്ഷെ ആ മണിയറയിൽ ഒളിഞ്ഞിരിക്കുന്ന തന്റെ പെണ്ണുണ്ടല്ലോ, ഭാര്യ എന്ന് പറയുന്ന പെണ്ണ്, ആ ഭാര്യയിൽ നിന്നാണ് സമാധാനം ഉണ്ടാവേണ്ടത്. അല്ലാതെ പള്ളിയിൽ നിന്നല്ല, ഏതെങ്കിലും കടത്തിണ്ണയിൽ പോയിട്ടല്ല, ഏതെങ്കിലും ഗ്രൗണ്ടിന്റെ മൂലയിൽ രാത്രിയിലിരുന്ന് രാക്കഥ പറഞ്ഞ് സമയം കൂട്ടിയിട്ടുള്ള സമാധാനം അല്ല വേണ്ടത്. തന്റെ മണിയറയിൽ കാത്തിരിക്കുന്ന പെണ്ണിൽ നിന്ന് സമാധാനം ഉണ്ടാവുക. അതാണ് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. അതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് വരച്ച് കാണിക്കുന്നത്. അങ്ങനെയാണ് വേണ്ടത്. ചില ആളുകൾ നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഈ ആധുനിക നൂറ്റാണ്ടെന്ന് പറയുന്നത് വളരെ ഒരു ദുരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ ഇന്നിങ്ങനെ കുനിഞ്ഞിരിക്കുന്ന കാണാം. എന്താ കുനിഞ്ഞിരിക്കുന്ന? തസ്ബീഹ് ഇല്ലാന്ന് വിചാരിക്കും. ഒക്കെ അറിയാലോ അല്ലെ? വാട്സപ്പ്, മൊബൈൽ. നമ്മൾ ആ മൊബൈൽ സംവിധാനത്തിലേക്ക് സങ്കുചിതപ്പെട്ടു പോകുന്ന ഒരു ദുരവസ്ഥ ഇന്ന് ധാരാളം കാണാൻ സാധിക്കും. വാട്സപ്പിൽ കളിച്ചുകൊണ്ട് എന്താ പറയാ, ആകെ ഒരു സമാധാനം ഈ വാട്സപ്പാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി. ഈ വാട്സപ്പുമായി ഇങ്ങനെ നടക്കുന്ന ആളുകൾ വഴിയിലൂടെ നടന്നു പോകും. വാട്സപ്പ് നോക്കിയിട്ടാണ് ഇങ്ങനെ നടക്കാം. പോകുന്ന വഴിക്ക് തിന്നാണെങ്കിൽ കുടിക്കുകയാണെങ്കിൽ എപ്പോഴും വാട്സപ്പിൽ ഇങ്ങനെ നോക്കിയിട്ട് വഴി ഓൻ അറിയുന്നില്ല, ഓന്റെ ചുറ്റുവട്ടത്ത് സംഭവിക്കുന്നതൊന്നും അറിയുന്നില്ല. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ജോലി സംവിധാനം, ഇന്നൊരു വലിയൊരു ജോലി സാധ്യത തുറന്നു കിടക്കുന്നു എന്ന് കാണാൻ സാധിച്ചു. എന്താണ് ആ ജോലി? ഗൈഡിങ്. വാട്സപ്പും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന ആളെ കൈപിടിച്ചിട്ട് നടത്തി കൊടുക്കാം. നല്ല സാലറിയാണ് അത്രേ. ഒരു വീഡിയോ ഇന്ന് ഇപ്പൊ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാകും. ഇങ്ങനെ വാട്സപ്പും കൊണ്ട് നടക്കുന്ന, ഡ്രൈവ് ചെയ്യുന്ന, വാട്സപ്പ് നോക്കിയിരിക്കുന്ന ആൾക്ക് ഡ്രൈവ് ചെയ്ത് കൊടുക്കാം. നടന്നു പോകുമ്പോ, ബാത്റൂമിൽ പോകുമ്പോ, എവിടെ പോകുമ്പോഴും ഒരു ഗൈഡ്, ഒരു സഹായിയായിട്ട് ഒരാള്, നല്ല സാലറിയും അയാൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചു പോകുമ്പോ എവിടെയാണ് ഒരു കുടുംബത്തിൽ നല്ല ഒരു കുടുംബനാഥനായി ജീവിക്കാൻ സാധിക്കുക? ആലോചിച്ചു നോക്കുക സഹോദര. ആ ജീവിതം ശരിയായ വഴിയിലല്ല നടക്കുന്നത്. അല്ലാഹു നമ്മോട് പറയുന്നത് അങ്ങനെയുള്ള ഒരു ജീവിത ശൈലി നമ്മൾ കരസ്ഥമാക്കാൻ വേണ്ടിയല്ല. എന്താണ് അതിന് ചെയ്യേണ്ടതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൃത്യമായി നമ്മൾക്ക് വരച്ചു കാട്ടിയിട്ടുണ്ട്. ഇത് നമുക്കറിയാം. ഒരുപാട് തലാഖ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എത്ര തൊലാഖുകളാണ് നടക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് തൊലാഖിനെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ആരാണ് ഇതിന് അവസരം നൽകിയിരിക്കുന്നത്? സമൂഹത്തിൽ നടക്കുന്ന ചില തൊലാഖുകളാണ്. അവർക്ക് ഇത്തരം ഒരു നിയമ നടപടികളിലേക്ക് നീങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഇസ്ലാം തൊലാഖിനെ അനുവദിച്ചത് അത് ചൊല്ലാൻ വേണ്ടിയിട്ടല്ല, ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. തൊലാഖിനെ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. തൊലാഖ് അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പോലും തൊലാഖിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്ന അഫ്ദലൽ ഹലാലി ഇൻദല്ലാഹി അത്തൊലാഖ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, സങ്കീർണമായ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ തൊലാഖ് ചെല്ലുകയാണെങ്കിൽ അത് പഠിച്ചോന്ന് ഇഷ്ടമല്ല. ഒരു നിലക്കും ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി. അങ്ങനെ തൊലാഖിന് തീരുമാനമായി. ആ തൊലാഖ് പോലും പടച്ച തമ്പുരാൻ ഇഷ്ടമല്ല എന്നല്ല പറഞ്ഞത്. ഇന്ന അബ്ഗൽ ഹലാൽ,
അങ്ങനെ അനുബന്ധിക്കപ്പെട്ട ത്വലാഖ് പോലും അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള സംഗതിയാണെന്ന് അള്ളാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കണേ എന്റെ ചെറുപ്പക്കാരികളെ. ബന്ധങ്ങൾ വേർപെടുത്താനുള്ളതല്ല, നന്നായി ചിന്തിക്കണം ഇന്നത്തെ ചെറുപ്പക്കാർ. വിവാഹ ജീവിതം എന്ന് പറയുന്നത് അതൊരു കുട്ടിക്കളിയല്ല. നല്ല വീട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോ നല്ല ഒരു ജീവിതം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു ദുരവസ്ഥയിലേക്കാണ് മനുഷ്യൻ ജീവിച്ചു പോകുന്നത്, മനുഷ്യൻ കഴിഞ്ഞുകൂടുന്നത്. അങ്ങനെ ഒരവസ്ഥയിലേക്ക് അല്ലാഹു നമ്മയൊന്നും എത്തിക്കാതിരിക്കട്ടെ. സാധാരണയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്ന നിക്കാഹ് നടത്താറുള്ളത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാൽ. ഏതാണ് ആ 4 കാര്യങ്ങൾ? ലിമാലിഹ, ഒന്ന് മുതലിന് വേണ്ടിയിട്ട്. വലിജമാലിഹ, ഒന്ന് അവളുടെ സൗന്ദര്യം നോക്കിയിട്ട്. വലിഹസബിഹ, ഒന്ന് അവളുടെ തറവാടിത്ത് നോക്കിയിട്ട്. പിന്നെയോ വലിജമാലിഹ, ഒന്ന് അവളുടെ സൗന്ദര്യം നോക്കിയിട്ട്. വലിഹസബിഹ, ഒന്ന് അവളുടെ തറവാടിത്ത് നോക്കിയിട്ട്. പിന്നെയോ വലിദീനിഹ, ദീന് നോക്കിയിട്ട്. ഇങ്ങനെ 4 വിഷയങ്ങൾ നോക്കിയിട്ടാണ് സാധാരണയിൽ ഒരാള് കല്യാണം കഴിക്കുക. എന്നാൽ ദീന് നിങ്ങൾ നോക്കിയിട്ട് കല്യാണം കഴിക്കണേ എന്ന് ആരംഭ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. എന്നാൽ ഇന്നത്തെ ചുറ്റുപാടിൽ എങ്ങനെയാണ് നമ്മുടെ കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പക്കാരുടെ ഒരുപാട് കല്യാണം കഴിച്ചവർ ഈ കൂട്ടത്തിലുണ്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞവരുണ്ട്, കല്യാണം കഴിക്കാൻ പോകുന്നവരുണ്ട്. ആലോചിച്ചു നോക്കുക, നിങ്ങൾ ഏതൊരു തീരുമാനമെടുത്തുകൊണ്ടാണ് ഒരു പെണ്ണിനെ കാണുന്നത്, എന്നിട്ട് ആ പെണ്ണിനെ ഇഷ്ടപ്പെടുന്നത്, എന്നിട്ട് ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ആ തീരുമാനം നിങ്ങളുടെ ചിന്ത റോങ് വഴിയിലൂടെയാണ് നിങ്ങൾ ആ തീരുമാനം എടുത്തിരിക്കുന്നതെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സംതൃപ്തി ഇല്ലെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്നാമത് പറഞ്ഞ മുതലുണ്ടല്ലോ, മൻ തസവ്വജ ഇംറഅതൻ ലിദീനിഹാ മൻ തസവ്വജ ഇംറഅതൻ ലിമാലിഹാ. മുതലിന് വേണ്ടി ഈ ഭൂമി ലോകത്ത് മുതലിന് വേണ്ടി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ലം യസിദുഹുല്ലാഹു ഇല്ലാ ഫഖറാ. അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യമല്ലാതെ അവന് കൂട്ടിനുണ്ടാവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കുകയാണ്. ദാരിദ്ര്യം പിടിക്കും. മുതല് നോക്കിയിട്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോ, എന്നാൽ അവന്റെ ജീവിതത്തിൽ എന്നും ഒരു സമാധാനം ഉണ്ടാവൂല. ദാരിദ്ര്യം എന്ന് പറയുന്നത് കുറെ പണം, തീരെ പണം ഇല്ലാത്ത അവസ്ഥയല്ല, പണം ഉണ്ടായിട്ടും അത് കൃത്യമായിട്ട് ഉപയോഗിച്ച് സംതൃപ്തി അടയാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിത്തീരുമെന്ന് ഇത് റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണ്. ഒരിക്കൽ പോലും കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന വാക്കാണ്. മൻ തസവ്വജ ഇംറഅതൻ ലിമാലിഹാ. മുതലാഗ്രഹിച്ചുകൊണ്ട് നിന്റെ പ്രിയ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ലം യസിദുഹുല്ലാഹു ഇല്ലാ ഫഖറാ. അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യമല്ലാതെ മറ്റൊന്നും അവരുണ്ടാവുകയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മുടെ മുന്നിലിരിക്കുന്ന കാരണവന്മാർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളായിരിക്കും മുതല് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കല്യാണം കഴിക്കുന്നത്. എന്താ സംഭവിക്കുക? 2-3 ദിവസം കഴിയുമ്പോ, അല്ലെങ്കിൽ 1-2 കഴിയുമ്പോ പെണ്ണിനോട് പറയും, പാർക്കാൻ പോകുന്നില്ലേ, 2-3 പാർത്തിട്ട് വാ. വരുമ്പോ ഉപ്പാനോട്, അമ്മോഷനാക്കാനോട് കുറച്ച് പൈസ ഒക്കെ വാങ്ങിച്ചോ, അമ്മായിനോട് കുറച്ച് പൊന്നും വാങ്ങിക്കുക, എന്റെ പൈസ ഒക്കെ തീർന്നുണ്ട്, ഇനി എനിക്ക് ജീവിക്കാൻ വഴിയൊന്നുമില്ല, നീ കൊണ്ടുവരുന്ന എന്താണ്, ഇനി അതേ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് 2-3 പാർക്കാൻ വേണ്ടി വീട്ടിലേക്ക് പറഞ്ഞയക്കും. അങ്ങനെ അത് കുറച്ചു കാലം അങ്ങനെ ആ ജീവിതം മുന്നോട്ട് പോകും. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ജീവിതത്തിൽ ഒരിക്കലും തീരാത്ത ദാരിദ്ര്യം അനുഭവപ്പെട്ട് അവന്റെ ജീവിതത്തിൽ യാതൊരു സംതൃപ്തിയുമില്ലാത്ത, സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത ഒരു ജീവിതം അവൻ നയിക്കേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇനി രണ്ടാമത് പറഞ്ഞ ഹസബ്, രണ്ടാമത് പറഞ്ഞ ജമാല്,
മൻ തസവ്വജ ഇംറഅതൻ ലിജമാലിഹാ. ഇനി ഒരാൾ കല്യാണം കഴിക്കുന്നത് പെണ്ണിന്റെ മൊഞ്ച് നോക്കിയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതല്ലഹുല്ലാഹ്, അവനെ അല്ലാഹു നിന്ദനാക്കുന്നതാണ്. ജമാൽ ആഗ്രഹിച്ചുകൊണ്ട്, പെണ്ണിന്റെ സൗന്ദര്യം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതം അല്ലാഹു നിന്ദയിലേക്ക് എത്തിച്ചേർക്കുമെന്ന് എത്ര അനുഭവങ്ങൾ പറയാനുണ്ടാകും. ദീന നോക്കാതെ മുഞ്ചു നോക്കി കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം 1, 2, 3 ആഴ്ചകൾ കഴിയുമ്പോൾ പരസ്പരം മുഞ്ചിന്റെ പേരിൽ തർക്കിച്ച്, മുഞ്ചുള്ള പെണ്ണിന്റെ അവസ്ഥ എന്തായിരിക്കും? ദീനില്ലെങ്കിൽ അവള് പുറത്തിറങ്ങി നടക്കും. അവൾ ആരും ചോദിക്കാൻ പറ്റാത്ത, ഉപ്പക്കും ഉമ്മക്കും ഇടപെടാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അന്യ ആണുങ്ങളോടും അന്യരായ ആളുകളോടും വർത്താനം പറയാനും യാതൊരു കൂസലുണ്ടാകില്ല. തന്റെ ഇടത്തോടുകൂടെ പുറത്തിറങ്ങി നടക്കാൻ ധൈര്യം കാണിക്കും. എന്തുകൊണ്ട്? ദീനില്ലാതെ മുഞ്ചു നോക്കി കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. പക്ഷേ ചെറുപ്പക്കാരെ, നമ്മൾ ആലോചിക്കേണ്ടത്, മുഞ്ചു എന്ന് പറയുന്നത് അത് ശരീരത്തിലെ വെളുപ്പല്ല, അത് ശരീരത്തിന്റെ സൗന്ദര്യമല്ല, മറിച്ച് മാനസികമായി ഉണ്ടാക്കിയെടുക്കേണ്ട മാനസിക പൊരുത്തമാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. മനപ്പൊരുത്തം. രണ്ടാണും പെണ്ണും തമ്മിൽ മാനസികമായി പൊരുത്തമുണ്ടോ എങ്കിൽ അവിടെ മൊഞ്ച് അത് ഉദിച്ചു വരും. ഒരു സംശയമില്ല, അവരുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അവർക്ക് അവിടെ ഒരു തടസ്സമാവൂല. മാനസികമായ ഒരു പൊരുത്തത്തിലൂടെ അവർ മുന്നോട്ട് പോകുമ്പോൾ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ തസവ്വജ ഇംറഅതൻ ലിജമാലിഹാ അദല്ലഹുല്ലാഹ്. ജമാൽ മാത്രം നോക്കിയിട്ട്, മുഞ്ച് മാത്രം നോക്കിയിട്ട് നീ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കരുതേ. അവൾക്ക് ദീനില്ലാത്ത ഒരവസ്ഥ വരികയാണെങ്കിൽ അവളും നീയും നശിച്ചു പോകും, നിന്ദയിലേക്ക് പെട്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഗൾഫിൽ നിന്നൊക്കെ ആളുകൾ വരും. ചെറുപ്പക്കാരെ കുറച്ചു കാലം ഗൾഫിൽ ജോലിയൊക്കെ ചെയ്ത് നാട്ടിലേക്ക് വരും. നാട്ടിൽ വന്നിട്ട് കുറച്ച് ആ വിമൻസ് കോളേജിന്റെ ചുറ്റുവട്ടത്തൊക്കെ കുറെ കറങ്ങി നടക്കും. എന്നിട്ട് കുറെ തെരഞ്ഞ് ഒരു രക്ഷയില്ല. അവസാനത്തെ വെള്ളിയാഴ്ച, ഗൾഫിലേക്ക് പോകുന്നതിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഒരു വരവുണ്ട് വരാൻ പള്ളിയിൽ. ഉസ്താദിനോട് പറയാ, ഒന്നും ശരിയാകില്ല ഉസ്താദ്, എന്താ ചെയ്യാ, കുറെ കണ്ട് എല്ലാം പക്കുവെട്ടിയത്, ഒരു ഉപകാരം, ഞാൻ പോവാണ്, തിരിച്ചു പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരവസ്ഥ. എന്താണ്? അവന്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനെ പോലും ഇത്ര കാലമായിട്ട് കാണാൻ അവന് സാധിക്കാതെ പോയത് അവന്റെ ഉദ്ദേശം അത് ദുരുദ്ദേശമായത് കൊണ്ടാണ്. അവൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആഗ്രഹിച്ചില്ല, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട പെണ്ണ് എന്ന് പറയുന്നത് അവൾ ദീനുള്ള പെണ്ണാവണം, നല്ല സ്വഭാവമുള്ള പെണ്ണാവണം എന്നാഗ്രഹിക്കാത്ത ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് എത്ര മുഞ്ചുണ്ടായിട്ടും കാര്യമില്ല, അവൾക്ക് എത്ര തറവാടിത്തമുള്ള പെണ്ണാണെങ്കിലും കാര്യമില്ല, അവൾ എത്ര മുതലുള്ള പെണ്ണാണെങ്കിലും കാര്യമില്ല, അവളുടെ ജീവിതം കട്ടുപുകയായിരിക്കും. ദീനില്ലേ എങ്കിൽ അവിടെ പരാജയം സംഭവിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ റസൂൽ മൂന്നാമതായി പറഞ്ഞു, വമൻ തസവ്വജ ഇംറഅതൻ ലിഹസബിഹാ. ഇനി ഒരാൾ തറവാട് നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. പെണ്ണിന്റെ തറവാട് ഭയങ്കര ഉഷാറാണ്, അങ്ങനെ നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുന്നു, ലം യസ്ദുഹുല്ലാഹു ഇല്ലാ ദനാഅ. അവന്റെ ജീവിതത്തിൽ അവന് നിന്ദയല്ലാതെ വരുത്തി വെക്കുകയില്ല, നിസ്സാരതയല്ലാതെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. പെണ്ണ് തറവാടിത്തം നോക്കിയിട്ട് പെണ്ണ് കഴിച്ചാലും അവിടെയും പ്രശ്നമാണ്. മുതല് നോക്കിയിട്ട് കല്യാണം കഴിച്ചാൽ, സൗന്ദര്യം നോക്കിയിട്ട് കല്യാണം കഴിച്ചാൽ, തറവാട് നോക്കിയിട്ട് കഴിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, രക്ഷയില്ല, നിങ്ങളുടെ ജീവിതം പരാജയമാണ്. നമ്മളെ കുണ്ഠിതപ്പെടുന്നതുകൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ ദുഃഖത്തോടുകൂടെ നമ്മുടെ പണ്ഡിതന്മാരെ അല്ലെങ്കിൽ ഉസ്താദുമാരെ സമീപിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാരുടെ അടുത്ത് പോയിട്ട് കാര്യമുണ്ടോ? ഇത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. ദീന് നോക്കിയില്ല, ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും നോക്കിയിട്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചതെങ്കിൽ നിങ്ങൾക്ക് അവിടെ പരാജയമാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. പിന്നെ എന്ത് നോക്കിയിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത്? അതാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, വമൻ തസവ്വജ ഇംറഅതൻ ലിദീനിഹാ. ഒരു പെണ്ണിന്റെ ദീന്
നോക്കിയിട്ടാണ് നീ കല്യാണം കഴിക്കുന്നതെങ്കിൽ, ദീന് നോക്കിയിട്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നതെങ്കിൽ, ബാറകല്ലാഹു ലഹു ഫീഹാ വബാറക ലഹാ ഫീ, അവൾക്കും അവനും അവന്റെ ജീവിതത്തില്, അവന്റെ ദാമ്പത്യ ജീവിതത്തിൽ പരാജയമില്ല, അവന് ബർക്കത്ത് അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ എന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക, ദീനുണ്ടോ, മൊഞ്ചുണ്ട്, തറവാടുണ്ട്, മുതലുണ്ട്, ഷുവറാ. എന്തുകൊണ്ട്? ദീനുള്ള പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മുതല് കുറഞ്ഞാലും അഡ്ജസ്റ്റ് ചെയ്യാൻ അവൾ കഴിയും. ഒരു മുതലുള്ള പെണ്ണ് കല്യാണം കഴിച്ചാലോ അവൾക്ക് എത്ര മുതലുണ്ടായാലും അത് എത്ര ചെലവഴിച്ചാലും ഒരു തൃപ്തി കിട്ടൂല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ള ഒരു ഗുണം ദീനില്ലാത്ത ഒരു മുതലാളിച്ചയെ സംബന്ധിച്ചോളം ഉണ്ടാവൂല. അപ്പൊ ദാരിദ്ര്യം ഉണ്ടാവുന്നുള്ള സംശയമില്ലല്ലോ. അതേസമയം ഒരു ദീനുള്ള പെണ്ണ്, നല്ല സ്വഭാവത്തിനുടമയായ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവ് കൊണ്ടുവരുന്ന ചെലവ് എങ്ങനെ ചെലവഴിക്കണമെന്ന് പഠിച്ച പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ജീവിതത്തിൽ പരാജയപ്പെടാനില്ല. എത്ര മുതലും ആസ്വദിക്കാൻ പറ്റും, ഉള്ള മുതൽ ആസ്വദിക്കാൻ പറ്റും, ഉള്ള സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും, ഉള്ള തറവാടിത്തവും ആസ്വദിക്കാൻ ദീനുള്ള പെണ്ണിന് കഴിയും. അതാണല്ലോ നബി പഠിപ്പിച്ചത്. ബാറകല്ലാഹു ലഹു ഫീഹാ വബാറക ലഹാ ഫീ. ഇനി നമ്മൾ ചിന്തിക്കാം, ഇനി നമ്മൾ ഈ നാട്ടിൽ ഇനി ചെറുപ്പക്കാരായ കല്യാണം കഴിക്കാനുള്ളവരൊക്കെ ആലോചിക്കേണ്ടത് അതാണ്. കല്യാണം കഴിക്കുമ്പോൾ മനസ്സ് നന്നാക്കുക, ഒറ്റ തീരുമാനം എടുക്കുക. കല്യാണം കഴിക്കുന്നെങ്കിൽ ദീന് നോക്കിയിട്ടേ കല്യാണം കഴിക്കും. ദീനിനപ്പുറത്ത് മറ്റൊന്നിന് വിലയില്ല എന്ന് തീരുമാനമെടുത്താൽ ദാമ്പത്യ ജീവിതം എന്ന് അവസാനിക്കുന്നോ അന്ന് വരെ ഒരു പരാതിയും ഒരു പരിപക്ഷവും അനുഭവിക്കേണ്ടി വരൂല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. കല്യാണം കഴിക്കുമ്പോൾ ദീനിന് പ്രാമുഖ്യം കൊടുക്കും എന്ന് പറഞ്ഞാല് മുതലും ഇല്ല, തറവാടിത്തവും ഇല്ല, മൊഞ്ചും ഇല്ലാത്തവരൊക്കെ കിട്ടണം എന്നല്ല, മറിച്ച് ദീനുണ്ടോ എങ്കിൽ ബാക്കിയുള്ളതോ ഒന്നും ഇല്ലെങ്കിലും അതൊക്കെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ തീർച്ചയായും ഉണ്ടായിത്തീരുമെന്നുള്ള സത്യം അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണല്ലോ നബി പറയുന്നത്, അദ്ദുന്യാ കുല്ലുഹാ മതാ വഖൈറു മതാഇദ് ദുന്യാ അൽ മർഅതു സാലിഹ. സാലിഹത്തായ പെണ്ണിനെ വിശേഷിപ്പിക്കുന്നത് അതാണ്. അദ്ദുന്യാ കുല്ലുഹാ മതാ, ഈ ഭൂമി മുഴുവനും ചരക്കുകളാണ്. എന്നാൽ വഖൈറു മതാഇദ് ദുന്യാ, ദുനിയാവിലുള്ള ചരക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായത്, ഏറ്റവും നന്മയേറിയത് അൽ മർഅതു സാലിഹ, സാലിഹത്തായ പെണ്ണാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ചരക്ക് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താണ് സാലിഹത്തായ പെണ്ണിന്റെ ഗുണം? തസുറുഹു ഇദാ നദറ ഇലൈഹാ, തസുറുഹു ഇദാ നദറ ഇലൈഹാ. തന്റെ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഭാര്യ പുഞ്ചിരിയോടുകൂടെ സമീപിക്കുന്നുവെങ്കിൽ അവളാണ് സാലിഹത്തായ ഭാര്യയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സലാത്ത് ചൊല്ലുന്നില്ലേ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലുന്നത് നമുക്കറിയാം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. പരിശുദ്ധ ഖുർആനിൽ എന്ന് പറയാണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും അവന്റെ മലായികത്തുകളും മുത്തുനബിയുടെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. നിങ്ങളും സലാത്ത് ചൊല്ലണേ. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാൻ, ഞാനും എന്റെ മലായികത്തുകളും. എന്തിനാ ഓല് ചെല്ലുന്നത്? ഓല് ചൊല്ലുകൊണ്ട് വല്ല കാര്യമാണ്? ഓല് ചെല്ലിയില്ലെങ്കിലും ഇപ്പൊ ഓരെന്തായാലും അവർക്ക് പ്രശ്നമൊന്നും വരാറില്ല. എന്നാൽ ചൊല്ലേണ്ടവരാരാ ശരിക്കും? മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകളല്ലേ? അതല്ലേ അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ചവരെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലണേ എന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ.
അപ്പൊ നബിയുടെ പേര് കേൾക്കുമ്പോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഒന്നും നമുക്ക് കുറഞ്ഞു പോകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോ സലാത്ത് ചൊല്ലിയ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അല്ലാഹ് പറഞ്ഞതാ, ഞാനും എന്റെ മലായികത്തും ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കൊള്ളിയുണ്ട്. അപ്പൊ നബിയുടെ പേര് കേൾക്കുമ്പോ സലാത്ത് ചൊല്ലാൻ മറന്നു പോകരുത്. പറഞ്ഞു വരുന്നത് തസറുഹു ഇദാ നദറ ഇലൈഹാ, ഭാര്യ വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിനെ കാണുമ്പോ പുഞ്ചിരിയോടെ സമീപിക്കുന്നുവോ, സന്തോഷത്തോടെ സമീപിക്കുന്നുവോ, എന്നാൽ അവളാണ് ശരിയായ സാലിഹത്തായ പെണ്ണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സാലിഹത്തായ പെണ്ണാവണമെങ്കിൽ, മുഅ്മിനത്തായ പെണ്ണാവണമെങ്കിൽ, ദീനുള്ള പെണ്ണാവണമെങ്കിൽ അവൾക്കുണ്ടാവേണ്ട ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത്, ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു, ഭർത്താവ് നിന്നെ സമീപിക്കുമ്പോ സന്തോഷിപ്പിക്കുക, മുഖത്ത് നോക്കും. ഭർത്താവ് ഭാര്യയിലേക്ക് നോക്കുമ്പോൾ ഒരു സന്തോഷം തോന്നണം. അവിടെയും ഇങ്ങനെ മുഖം കറുപ്പിച്ച് നിൽക്കുന്ന പെണ്ണ് സാലിഹത്തായ പെണ്ണല്ല. ആരെങ്കിലും അങ്ങനെ മുഖം കറുപ്പിച്ച് നിൽക്കുന്ന പെണ്ണുങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ തീർച്ചയായും അത് മാറ്റേണ്ടിയിരിക്കുന്നു. ഭർത്താവിന്റെ മുമ്പിൽ നമ്മൾ എത്രത്തോളം ഭർത്താവിന്റെ മുമ്പിൽ നമ്മൾ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. പെണ്ണിനോട് കൽപ്പിക്കും ഈ ഭൂമി ലോകത്ത് സുജൂദ് ചെയ്യാൻ, വേറെ ആരെങ്കിലും കൽപ്പിക്കാൻ, വേറെ ആരോടെങ്കിലും ഞാൻ ആദ്യമായിട്ട് പറയുക തന്റെ ഭാര്യയോട് ഭർത്താവിന്റെ കാലിൽ സുജൂദ് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അപ്പൊ ഭർത്താവിനെ അത്രയധികം ഒരു പെണ്ണിനെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് മർഅത്തുൻ സാലിഹ എന്ന കൂട്ടത്തിൽ ആദ്യമായി നബി പറഞ്ഞത്, ഇദാ തസുറുഹു ഇദാ നദറ ഇലൈഹാ. പെണ്ണ് ഭർത്താവ് ഭാര്യയിലേക്ക് നോക്കുമ്പോൾ സന്തോഷിപ്പിക്കാൻ അവൾക്ക് കഴിയണം എന്ന്. രണ്ടാമതായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, തുഅതീഹി ഇദാ അമറഹാ. തന്റെ ഭർത്താവ് വീട്ടിലേക്ക് വന്നുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കൽപ്പനയെ അംഗീകരിക്കണം. ആ കൽപ്പനയെ അംഗീകരിക്കുന്ന പെണ്ണാണ്. എന്തെങ്കിലും ഒരു വിഷയം ആവശ്യപ്പെടുമ്പോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോ കൽപ്പിച്ചാൽ അതങ്ങനെ തന്നെ സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ കഴിയണം. അപ്പൊ രണ്ട് വിഷയമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിച്ചത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചാൽ അത് ഭംഗിയോടെ പുഞ്ചിരിയോടെ സമീപിച്ച് അത് ചെയ്തു കൊടുക്കുക. എന്തിപ്പോ നഷ്ടം വരാന്? കഴിയുമെങ്കിൽ അതിന് ചെയ്തു കൊടുക്കുക. അത് മാത്രമല്ലേ നമുക്ക് ധർമ്മമുള്ളൂ, അത് മാത്രമല്ലേ നമ്മോട് അല്ലാഹു കൽപ്പിക്കുന്നുള്ളൂ. ഭർത്താവിനെ അംഗീകരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന പെണ്ണ്, അതാണ് മർഅത്തുൻ സാലിഹ. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, വതഹ്ഫദുഹു ഫീ നഫ്സിഹാ വമാലിഹി വവലദിഹി. തന്റെ സന്താനങ്ങളിലും തന്റെ മുതലിലും സ്വന്തം ശരീരത്തിലും സൂക്ഷിക്കുന്ന പെണ്ണ്, സ്വന്തം ശരീരത്തെയും തന്റെ മുതലിനെയും സന്താനത്തെയും സൂക്ഷിക്കുന്ന പെണ്ണിനെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് മർഅത്തുൻ സാലിഹ. ഈ മൂന്ന് ഗുണങ്ങളാണ് ഒരു പെണ്ണിനുണ്ടാവേണ്ടത്. എങ്കിൽ അവൾക്ക് അത്തരം പെണ്ണിനെയാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത്. നന്മയുള്ള മവദ്ദത്തുള്ള സ്നേഹമസൃണമായ ജീവിതം കാഴ്ചവെക്കുന്ന പെണ്ണിനെ നമ്മൾ മർഅത്തുൻ സാലിഹ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർമ്മപ്രധാനമായി ഒരു പെണ്ണിനും ആണിനും ഉണ്ടാവേണ്ട ഗുണം എന്ന് പറയുന്നത് പുഞ്ചിരി. അതും അവർക്കും കഴിയുള്ളൂ. നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കുക എന്നുള്ളത് ആർക്കാ കഴിയാതിരിക്കാം? ആലോചിച്ച് നോക്ക്. ചിരിക്കാത്ത മനുഷ്യന്മാര് വളരെ അപൂർവമായിരിക്കും അല്ലെ? ചിലരൊക്കെ ഉണ്ടാവും നമ്മളെ സദസ്സിൽ എന്നല്ല, ജീവിതത്തിൽ ഇന്നുവരെ ചിരിക്കാത്ത മനുഷ്യന്മാരുണ്ടാവും. ഇന്നുവരെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്താത്ത, എന്നും ഇങ്ങനെ എന്തോ ഒരു വൈക്ലഭ്യം പിടിപെട്ട് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവരുത്. എത്ര മോശമാണ്. ഫോട്ടോ എടുക്കുന്ന സമയത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ചിരിക്കണ്ടേ? അങ്ങനെയില്ലാത്തവരുണ്ട് അല്ലെ? ഫോട്ടോ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഫോട്ടോ എടുക്കുന്ന ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ ഗൾഫിലേക്ക് പോകാണ്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിലൊന്ന് ഉഷാറായിട്ട് ചിരിക്കും. അല്ല, ആ ചിരി നമ്മുടെ ജീവിതത്തിൽ എന്നും സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു എന്ത് രസം ഉണ്ടാകും.
ചിലരുടെ ഫോട്ടോയും മുഖവും നോക്കിയാല് രണ്ടും ആനയും കുയ്യാനും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. ഫോട്ടോയില് നല്ല ചിരിച്ചു നിൽക്കുന്ന മുഖം, അതേസമയം അവന്റെ ജീവിതത്തിലെമ്പാടും കറുത്തിരുണ്ട് കരിവാളിച്ചിങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ, എപ്പോഴും ദുഃഖത്തിന്റെ നിഴൽ വീണിങ്ങനെ വിഷമിക്കുന്ന അല്ല, മുഖപ്രസന്നത, എപ്പോഴും ഒന്ന് പുഞ്ചിരിച്ചു നോക്കി. നിങ്ങൾ അറിയാതെ രാവിലെ എന്നും എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ പുഞ്ചിരിക്കാം, ഇനി എന്നും ഞാൻ പുഞ്ചിരിക്കും എന്ന് തീരുമാനിച്ചു നോക്ക്. രാവിലെ തന്നെ എഴുന്നേറ്റുകൊണ്ട് പറയാം, ഞാൻ ഇനി എന്നും നല്ല അനുഗ്രഹമുള്ളവരായിരിക്കും, അല്ലാഹു തന്ന അനുഗ്രഹത്തിൽ ഞാൻ എന്നും സന്തോഷിച്ചുകൊണ്ട് പുഞ്ചിരിക്കാൻ തീരുമാനിച്ചു. അവിടെ മാത്രമല്ല, നമ്മുടെ കിടപ്പറയിലേക്ക് നമ്മൾ കിടക്കുമ്പോ ആ കിടക്കുന്ന സമയത്ത് ഭാര്യയോട് ഒരു തീരുമാനത്തിലെടുക്കാൻ എത്താൻ വേണ്ടി പറയാം. എന്താണ് ആ തീരുമാനം? ലെറ്റ്സ് ട്രൈ ടു സ്മൈൽ എവർ. എന്നും ചിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. പുഞ്ചിരി ജീവിതത്തിൽ എന്നും കൊണ്ടുവരാം. ഈ വയല് കഴിഞ്ഞ് പോകുമ്പോഴേക്ക് നമുക്ക് കിട്ടുന്ന ഒറ്റൊരു ഗുണം അതാകട്ടെ, എന്തെങ്കിലും ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയണ്ടേ? പുഞ്ചിരിക്കുക. കാണുന്നവരോടൊക്കെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, സൗഖ്യത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു നോക്കി. ജീവിതത്തിൽ അതോടുകൂടെ തീരാത്ത പ്രശ്നങ്ങളില്ല. പുഞ്ചിരി കൊണ്ട് തീരാത്ത പ്രശ്നമില്ല. അത്തബസ്സുമു സദഖ. സദഖ പോലും, പുഞ്ചിരി പോലും സദഖയാണെന്ന് പഠിപ്പിച്ച ഒരു ഇസ്ലാമിക സംവിധാനത്തിന്റെ ആളുകളാണ് നമ്മൾ. ആലോചിച്ചു നോക്കണം. പുഞ്ചിരി പോലും സദഖയാണെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈമുതലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആയുധം എന്ന് പറയുന്നത് മുഖപ്രസന്നതയോടെ പുഞ്ചിരിക്കാൻ വേണ്ടി. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലീഖ്. പുഞ്ചിരിക്കുന്ന പ്രസന്നതയോടെ മുഖത്തോടുകൂടെ നിന്റെ സഹോദരനെ സമീപിക്കുന്നത് അതും സദഖയാണെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഗുണം നമ്മൾ ഇന്ന് ഈ ഒരു വാല് കഴിഞ്ഞു പോകുമ്പോഴേക്ക് ഒരു തീരുമാനം എടുക്കണം. പുഞ്ചിരിച്ചാൽ തീരാത്ത പ്രശ്നമില്ല. എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും, എത്ര നീറുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് പുഞ്ചിരി. നിങ്ങൾ ആലോചിച്ചിട്ട് നോക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ദേഷ്യം പിടിക്കുന്ന ഒരാളെ അടുത്ത് പോയിട്ട്, എന്തെങ്കിലും ഇന്നാങ്കളുടെ ആളുകൾ അടുത്ത് പോയിട്ട് നിങ്ങൾ ഒന്ന് ചിരിച്ചു കൊടുത്തു നോക്കുക. ചിലപ്പോൾ തലക്കെട്ട് കിട്ടും. ആ ചിരി നല്ല കോലത്തിലായിട്ടില്ലെങ്കിൽ ചിരിക്കേണ്ട പോലെ ചിരിക്കണം. പുഞ്ചിരി നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്, മുഖപ്രസന്നത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒന്നാണ്. അത് ഫാബ്രിക്കേറ്റ് ചെയ്ത് വെക്കേണ്ട ഒന്നല്ല. അത് മനസ്സിലും നമ്മുടെ പുറത്തുമൊക്കെ ആ പുഞ്ചിരി വിടർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തസവ്വജുൽ ബലൂദൽ വജൂദ്. നിങ്ങൾ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ കുറിച്ച് അല്ലാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അൽ ബലൂദ്. ആരാണ് ബലൂദ്? ബലൂദിനെ നിങ്ങൾ കല്യാണം കഴിക്കണേ. ബലൂദ് ധാരാളം പ്രസവിക്കുന്ന പെണ്ണ്. ധാരാളം പ്രസവിക്കുന്ന പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കണേ. അൽ വജൂദ് സ്നേഹമസനമായ ജീവിതം കാഴ്ചവെക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണേ. ഇങ്ങനെ ഇപ്പൊ തിരിയാം. ധാരാളം പ്രസവിക്കുന്ന പെണ്ണ് ഉപ്പാനമ്മമാരെ നോക്കിയാൽ തിരിയും. അതുകൊണ്ടാണല്ലോ അല്ലെ നമ്മുടെ കാരണവന്മാരൊക്കെ കല്യാണം അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പോ ഉപ്പാനമ്മമാരെയാണ് ആദ്യം നോക്കുക. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നതും അതാണ്, തസവ്വജുൽ ബലൂദ്. ധാരാളം പ്രസവിക്കുന്ന പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കണേ എന്ന്. ഇന്ന് നമുക്കറിയാം സമൂഹത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് 1, 2, 3 മക്കളാകുമ്പോ പെണ്ണ് പറയാ അബോർഷൻ ചെയ്ത് തന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊന്നുകളയുന്ന ക്രൂര വനിതയായി ഇന്നത്തെ സമൂഹങ്ങളിലെ വനിതകൾ മാറിപ്പോകുന്ന ഒരു ദുരവസ്ഥ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. തന്റെ വയറ്റിൽ വെച്ച് വളരുന്ന കുഞ്ഞിനെ കൊന്നുകളയുന്ന ക്രൂരത കാണിക്കുന്ന പെണ്ണ് എത്രത്തോളം ഇസ്ലാമിക ജീവിതം അവൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്, അവളുടെ ജീവിതത്തിലുടനീളം ആവാഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിക്കണം നമ്മൾ. ഇവിടെയാണ് നമുക്ക് പാഠം. ഒരു സമയം ഒരുപാട് വൈകി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പറയാനുണ്ട്. എന്റെ കുടുംബത്തിൽ, എന്റെ ജീവിതം ഞാൻ എടുത്തിങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, അത് ചെറുങ്ങനെ അഹങ്കാരത്തിന് വേണ്ടി പറയല്ല, മറിച്ചൊരു സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്റെ ഉമ്മാനെ കല്യാണം കഴിക്കും. എന്റെ ഉമ്മാമാക്ക് 9 മക്കളുണ്ടായിരുന്നു. 7 മക്കൾ ഇന്നും ജീവിക്കുന്നു, 2 മക്കൾ മരിച്ചു പോയി. 9 മക്കൾ.
എന്റെ ഉപ്പ കല്യാണം കഴിച്ച പെണ്ണ് ഉമ്മാമയുടെ മൂത്ത മോൾ. ഉമ്മ ഇപ്പം 7 വെച്ചു, അൽഹംദുലില്ലാ. 7 മക്കളും അൽഹംദുലില്ലാ സന്തോഷത്തോടുകൂടെ റഹത്തായിട്ട് ജീവിക്കാൻ. 7 മക്കളിൽ 4 മക്കൾ കല്യാണം കഴിച്ചു, ഞാനടക്കം കല്യാണം കഴിച്ചു. എന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു, അൽഹംദുലില്ലാ. ദീനിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന നല്ല ആളുകളുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഇപ്പൊ ദീനിന്റെ ചുറ്റുപാടിലാണ്. ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചതും അതിന്റെ അനിയന്മാരൊക്കെ കല്യാണം കഴിച്ചതും ദീനി കുടുംബത്തിലുള്ള ആളുകളെ നോക്കിയിട്ട് അൽഹംദുലില്ലാ ഇന്ന് വരെ ഒരു പരാതിയും ഒരു പരിഭവവും ഞങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നിട്ടില്ല. സമാധാനം മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ള അല്ലാഹു വലിയൊരു അനുഗ്രഹമാണ്. ഇന്ന് വരെ പ്രശ്നങ്ങളില്ലാതെ സന്തോഷത്തോടുകൂടെ ജീവിച്ചു, സമാധാനത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതുകൊണ്ട് ഉമ്മയുടെ വലിയൊരു നിയത്താണ്, ഉപ്പയുടെ വലിയൊരു നിയത്താണ്, ഉമ്മാമയുടെയും ഉപ്പാപ്പയുടെയും ഒക്കെ നിയത്ത് എന്താ? ദീനീ മാഹൗലുള്ള ഒരു ചുറ്റുപാടിൽ മക്കളൊക്കെ ഉണ്ടാവണം, കല്യാണം കഴിക്കേണ്ടവർ അങ്ങനെയൊക്കെ ആവണമെന്നുള്ള ഒരു ചിന്ത ഉണ്ടായപ്പോ പ്രശ്നങ്ങളില്ല, പ്രതിസന്ധികളില്ല, എന്നും സമാധാനം കളിയാടുന്ന, സന്തോഷം കളിയാടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ചുറ്റുപാടിനെ അല്ലാഹു ആക്കി തന്നു. അല്ലാഹു നമുക്കൊക്കെ അങ്ങനെയുള്ള ഒരു കുടുംബം നിലനിർത്തി പെരുമാറാവട്ടെ. എപ്പോഴും ഒരു പെണ്ണിന് കല്യാണം അന്വേഷിക്കുമ്പോ, ഒരാണിന് കല്യാണം അന്വേഷിക്കുമ്പോ ദീനിന് പ്രാമുഖ്യം കൊടുക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായാൽ മതി. നമ്മൾ ആഗ്രഹിക്കേണ്ടത് എപ്പോഴെന്താ? മനസ്സിൽ ആദ്യം കടന്നു വരേണ്ടത് ഒരു ആലോചന വരുമ്പോ ദീൻ, എന്നിട്ടേ ബാക്കി ആലോചിക്കാനേ പോകോ. ആദ്യം ആലോചിക്കേണ്ടത് ദീൻ. എന്ന പ്രശ്നം ഉണ്ടാവൂല, എന്ന പ്രതിസന്ധി ഉണ്ടാവൂല, നമ്മുടെ ജീവിതം താറുമാറാവൂല, കുടുംബ ജീവിതം അത് പരാജയപ്പെട്ടു പോകൂല. ആദ്യം ചിന്തിക്കേണ്ടത് ദീൻ എന്ന് പറയുന്ന ആ മഹാപ്രതിഭാസത്തെ മുന്നിൽ കൊണ്ട് നിർത്തിയാൽ അവിടെ പരാജയം സംഭവിക്കില്ല. അതുകൊണ്ട് ധാരാളം പ്രസവിക്കുന്ന പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കാൻ. ഇതേ സമയം ഇനി ആണിന്റെ അടുത്ത് പരിശോധിച്ചു നോക്കുമ്പോഴും ഇതേ വിഷയമാണ് ആണിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത്. ഒരു ചെറുക്കനെ തെരഞ്ഞെടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത് അതാണ്. തന്റെ മോൾക്ക് ഒരു ചെറുക്കൻ അന്വേഷിക്കുകയാണെങ്കിലും ആദ്യം നോക്കേണ്ടത് ഇദാ ജാഅകും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂ. ചെറുക്കന് നല്ല ദീനും നല്ല സ്വഭാവം ഉണ്ടോ എന്ന് കെട്ടിച്ചു കൊടുക്കാം, വേറൊന്നും നോക്കണ്ട. ചെറുക്കനെ സംബന്ധിച്ച് ആരോഗ്യമുള്ള ചെറുക്കനാണ്, ഓനിക്ക് പൈസ ഉണ്ടാക്കാൻ വേറെ വഴിയുണ്ട്, ഓന്റെ തറവാടിത്ത് ഉഷാറാക്കാൻ, ഓന്റെ തന്റെ ഇടം, അവന്റെ ശാരീരികമായ കഴിവ് തെളിയിക്കാനുള്ള മേഖലകൾ എമ്പാടും ഈ ലോകത്തുണ്ട്. ഒന്നേ നോക്കണ്ടു, ദീനുണ്ടോ സ്വഭാവമുണ്ടോ, അത് പിന്നെ നന്നാക്കല് പ്രയാസമാണ്. അതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കണം. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഫസവ്വിജൂ, നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്തേക്ക്. ഇല്ലാ തഫ്അലൂ തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്. ഇനി അങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഈ ഭൂമി ലോകത്തെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വഫസാദുൻ അരീദ്, ഈ ഭൂമിയിൽ ഫസാദ് കൊണ്ട് നിൽക്കാൻ സാധിക്കൂലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഉപ്പമാരെ, നിങ്ങളെ മോൾക്കൊരു ചെറുക്കനെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ദീനും സ്വഭാവമുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള ഒരു ചെറുക്കനെ അന്വേഷിക്കണമെന്ന. ഇല്ലാതിരിക്കുമുണ്ടാകുന്ന പ്രശ്നം എന്താ? പടച്ചോനെ പേടിയില്ലെങ്കിൽ ചെറിയ നിസ്സാര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ കുടുംബത്തിൽ വഴക്കുണ്ടാകും. 2-3 ആഴ്ചകൾ കഴിയുമ്പോഴേക്ക് പെണ്ണിനോട് പറയും, നീ പെട്ടെടുത്ത് പോയിട്ട് നിന്നെ എനിക്ക് വേണ്ട. എന്താ? കുറച്ച് ജീവിതത്തിന്റെ കുറഞ്ഞ കാലങ്ങൾക്കിടയിൽ അവൻ മറ്റൊരു കാമുകിയെ സ്വന്തമാക്കിയിരിക്കുന്നു. പെണ്ണിനോട് പറയും, എന്താ കാമുകിയെ സ്വന്തമാക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ദീനില്ലാത്തൊരു ചെറുക്കനെ സമയത്തോളം മോനിക്കൊരു വേറൊരു പെണ്ണിനെ ഓനെ നോക്കി വെക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നം വരുമോ? ഉണ്ടാവൂല. അപ്പൊ സ്വന്തം കല്യാണം കഴിച്ച നിർബന്ധിത സാഹചര്യത്തിൽ കല്യാണം കഴിച്ച പെണ്ണുമായിട്ട് നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ വഴക്കുണ്ടാകുന്നു. അപ്പൊ പെണ്ണിനോട് പറയും, നീ പെട്ടെടുത്ത് പോയിക്കോ, ഞാൻ വേറെ നോക്കിക്കോളും. അവിടെ സംഭവിക്കുന്നത് എന്താണ്? അതാണ് നബി പറയുന്നത്, ഇല്ലാ തഫ്അലൂ തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് നന്മയുടെ വഴി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണോ? ദീനും സ്വഭാവവും കൈമുതലാക്കുന്ന പെണ്ണിനെ, ദീനും സ്വഭാവവും കൈമുതലാക്കിയ ചെറുക്കനെ കല്യാണം കഴിക്കാൻ കല്യാണത്തിന്
ഒരിക്കൽ നിക്കാഹ് ചെയ്തു കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിൻപുറത്തെ കാരണവന്മാരും ഉപ്പമാരും ഉമ്മമാരും എപ്പോഴും അത്തരം ആലോചനകൾക്ക് വരുമ്പോ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടാണ്? പെണ്ണിനെ പെണ്ണായിട്ട് കാണാൻ സാധിക്കണം. ഒരു പുരുഷൻ ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കുമ്പോ പെണ്ണ് എന്ന് പറയുന്നത് വഹിയ ശഖീഖത്തു ഹയാതിഹി വറബ്ബതു ബൈതിഹി വഉമ്മു ഔലാദിഹി വമൂലഉ സിർരിഹി. പെണ്ണ് എന്ന് പറയുന്നത് ആണിന്റെ ഭാഗമാണ്, തന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതേപോലെ വീട്ടിന്റെ ഭരണാധികാരിയാണ്, തന്റെ മക്കളുടെ ഉമ്മയാണ്. ജീവിതത്തിലെ സ്വകാര്യതകളെ സൂക്ഷിക്കുന്ന സൂക്ഷിപ്പ് സ്വത്തുമാണ് പെണ്ണ് എന്ന് പറയുന്നത്. പെണ്ണിന് ഒരു സ്ഥാനമുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കാൻ സമയം അനുവദിക്കുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ടത്, പെണ്ണ് എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം പാകം ചെയ്ത് തരേണ്ടവളല്ല, നമ്മുടെ സേവനം നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരേണ്ടവളുമല്ല. അതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് നമ്മളാ ശരിക്കും. ഞാൻ ആലോചിച്ചത് ഫത്വയിലൊക്കെ ചർച്ച ചെയ്യുന്ന വലിയൊരു വിഷയമാണ്. പെണ്ണിന് നമ്മൾ ഭക്ഷണം അങ്ങോട്ട് വെച്ചു കൊടുക്കണം, വസ്ത്രങ്ങൾ എന്ന സാധനങ്ങളൊക്കെ. പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് പാല് കൊടുക്കേണ്ടതും അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ കേട്ടാല് ഞെട്ടിപ്പോകും. ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് ഭർത്താവിന് പെണ്ണിന്റെ വിഷയത്തിൽ. ഇത് പെണ്ണുങ്ങൾ കേൾക്കണ്ട, അവര് എന്തോ നമ്മളൊരിക്കലും ചൂഷണം ചെയ്യാൻ പോകരുത്. സഹകരണ മനോഭാവമാണ് നമുക്ക് വേണ്ടത്. എന്താ? പെണ്ണ് നമ്മളോട് സഹകരിക്കുന്നു, നമ്മൾ അങ്ങോട്ടും സഹകരിക്കുന്നു. അങ്ങനെ പരസ്പര സഹകരണത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെയുള്ള ഒരു ജീവിതം പടുത്തുയർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അവിടെയാണ് വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ എന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി മദീനയിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോടൊപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോടൊപ്പം വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് മദീനത്തെ വീട്ടിൽ നിന്ന് നബി പുറത്തേക്ക് ഇറങ്ങി. ചോദിച്ചു, എന്താണ് പ്രശ്നം? അന്വേഷിച്ചു. നോക്കുമ്പോ നബി പുറത്തുനിന്ന് ഒരു പെണ്ണുങ്ങളോട് സംസാരിക്കാൻ. ഏതോ ഒരു പെണ്ണുങ്ങൾ. ആയിഷ ബീബി എത്തി നോക്കി, എന്താണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ആയിഷ ബീബിക്ക് സംശയമായി. പുറത്തേക്ക് എഴുതി നോക്കുമ്പോൾ പെണ്ണിനോട് തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മളെ വീട്ടില് നമ്മളിങ്ങനെ ഇരിക്കുമ്പോ ഭർത്താവ് പുറത്തു പോയിട്ട് ഏതെങ്കിലും പെണ്ണിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ 2 ആഴ്ചത്തേക്ക് പിന്നെ കൊതുകിലും തീരൂല അല്ലെ. അതേസമയം അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തു നിന്ന് സംസാരിക്കുന്ന പെണ്ണ് ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ട് ആയിഷ ബീബി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആയിഷ ബീബി പറയുകയാണ്, ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു പെണ്ണിനോട് സംസാരിക്കുകയാ. അന്വേഷിച്ച് നോക്കുമ്പോ എന്താ, കുറെ കഴിഞ്ഞിട്ടും വരുന്നില്ല. ദീർഘമായ സംസാരിക്കാൻ. കുറച്ചു കഴിഞ്ഞപ്പോ നബി ഉള്ളിലേക്ക് വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാണ് നബിയേ അത്? എന്തിനാണ് നിങ്ങൾ ഇത്ര തിരക്കുള്ള നബിയല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത്? ആരായിരുന്നു ആ പെണ്ണെന്നറിയണ്ടേ? അതേതെങ്കിലും ഒരു ചെറിയ പെണ്ണല്ല, ഏതെങ്കിലും ഒരു യുവതിയായ പെണ്ണല്ല, മറിച്ചൊരു വൃദ്ധയായ പെണ്ണാണ്. ആ പെണ്ണ് വൃദ്ധയായി ജീവിതത്തിന്റെ അങ്ങേ അറ്റമെത്തിയ കവിള് മുഴുവനും ചുറ്റിച്ചുളിഞ്ഞ് നിൽക്കാൻ പോലും പ്രയാസമുള്ള ഒരു പെണ്ണുങ്ങളോടായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചിരുന്നത്. വീട്ടിലേക്ക് കയറി വന്നപ്പോ നബിയോട് ചോദിച്ചു, അല്ലയോ നബിയെ, നിങ്ങൾ ഇത്ര തിരക്കുള്ള നബിയല്ലേ, പിന്നെന്താ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരുന്നത്? അല്ലാഹുവിന്റെ നബി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി നമ്മളൊക്കെ ആലോചിക്കണേ. നബി പറഞ്ഞു, എന്റെ ഖദീജയുടെ വീട്ടിലേക്ക് വരാറില്ലായിരുന്ന ഒരു പെണ്ണായിരുന്നു അത്. എന്റെ വീട്ടിലേക്ക് എന്റെ ഖദീജ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ ഖദീജയുടെ വീട്ടിലേക്ക് വല്ല ആവശ്യവും തേടി വരാറുള്ള പെണ്ണായിരുന്നു അത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ ഖദീജ കൈ നിറയെ വാരിക്കൊടുക്കാറുള്ള ഒരു പെണ്ണായിരുന്നു അത്. അപ്പൊ എന്റെ ഖദീജയെ കുറിച്ച് ഞാൻ ഓർത്തുപോയി ആയിഷ. എന്റെ ഖദീജയുടെ ജീവിതത്തെ കുറിച്ച് ഞാൻ ഓർത്തുപോയി ആയിഷ.
ആലോചിച്ച് നോക്കണം. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകിയിട്ട് പറയാൻ, ആ വല്യമ്മയെ കണ്ടപ്പോ ഞാൻ എന്റെ ഖദീജയെ ഓർത്തുപോയി. കാലങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞു പോയ തന്റെ സഖിയായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ ആരായിരുന്നു? ഖദീജ റളിയല്ലാഹു അൻഹ 40 വയസ്സുള്ള സമയത്ത് 25ന്റെ യുവത്വത്തിൽ നിൽക്കുന്ന സമയത്ത് മുത്തുനബിക്ക് താങ്ങായി തണലായി തന്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വന്ന സഖിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. 55ാമത്തെ വയസ്സിൽ മുത്തുനബിക്ക് 40 നുബുവത്തിന്റെ സമയമായപ്പോ ഹിറാ പർവ്വതത്തിന്റെ മുകളിലേക്ക് ധ്യാനത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത്, മുത്തുനബി ഏകാന്തവാസം അനുഭവിക്കുന്ന സമയത്ത് ആ പർവ്വതം താണ്ടി കയറിയിട്ട് 1, 2, 3 വട്ടം വരെ 55 വയസ്സുള്ള തന്റെ ഭാര്യ എന്ന് പറയുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആ വയസ്സായ സമയത്ത്, വാർദ്ധക്യത്തിന്റെ സമയത്ത് പോലും 3 വട്ടം മണിക്കൂറോളം താണ്ടിക്കിടക്കേണ്ട കയറിപ്പോകേണ്ട പർവ്വതത്തിന്റെ മുകളിലേക്ക് ചെന്നുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചരിച്ച പെണ്ണാണ് ഖദീജ ബീവി. സ്നേഹം നിങ്ങൾ ആലോചിക്കണേ. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. അവസാനം മുത്തുനബിക്ക് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ആദ്യമായി ഹിറാ ഗുഹയിലേക്ക് ഇറങ്ങിയപ്പോ നബി പരിഭവിച്ചു പോയ സന്ദർഭത്തിൽ മുത്തുനബി വീട്ടിലേക്ക് ഓടി വന്നുകൊണ്ട് സമ്മിലൂനി ഖദീജ എന്നെ പുതപ്പിട്ട് മൂടൂ ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് പനി പിടിച്ച് കിടന്ന മുത്തുനബിയെ ആരാണ് സമാധാനിപ്പിച്ചത്? അല്ലാഹു നിങ്ങളെ കൈവടിയില്ല നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഖദീജ ബീവി പുതപ്പിട്ട് മൂടിക്കൊടുത്ത് സമാധാനം കൊടുത്ത ഒരു പത്നി, ഒരു സഖിയായിരുന്നു, ഭാര്യയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. അവരുടെ ജീവിതത്തിലെ സ്നേഹമത്സരമായ ജീവിതം കണ്ടുകൊണ്ട് മുത്തുനബി വർഷങ്ങൾക്കിപ്പുറം ആ പെണ്ണ് വീട്ടിലേക്ക് വരാറുള്ള പെണ്ണിനെ കണ്ടപ്പോ ഖദീജ ബീവിയെ ഓർത്തുകൊണ്ട് കരഞ്ഞു പോയി എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. നമുക്കിതിൽ പാഠമുണ്ട്. നമ്മുടെയൊക്കെ പെണ്ണുങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ ആലോചിച്ച് നോക്കുന്ന. 40 കഴിഞ്ഞ് 40 ഭാര്യ മരിച്ചു, 40 കഴിഞ്ഞ് 41ാമത്തെ ദിവസം നമ്മുടെ പുതിയൊരു കല്യാണം കഴിക്കും. എന്നിട്ടോ പഴയ പെണ്ണിനെ നമ്മൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഓർക്കൂല. കാരണം ഓർത്താല് പുതിയ പെണ്ണ് ചിലപ്പോൾ തലക്കെട്ടടിച്ചെന്ന് വരും. അവിടെയാണ് ഇത്രത്തോളം പെണ്ണ് ഭാര്യ എന്നല്ല, സ്വന്തം ബാപ്പയെ പോലും മറന്നു പോകുന്ന ഒരു യുഗമാണെന്ന്. സ്വന്തം ബാപ്പയെ പോലും മറന്നു പോകുന്ന യുഗം. ബാപ്പ മരിച്ചു കഴിഞ്ഞാൽ തന്റെ പൊന്നുമോൻ ഇത്ര കാലം എന്റെ ബാപ്പ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അറിയാത്ത ഭാവത്തിലുള്ള ജീവിതമാണ് അവൻ നയിക്കുന്നത്. ആലോചിച്ചു നോക്കണേ. തമുറു അഖാരിബി ജനബാതി ഖബരി കഅന്ന അഖാരിബി ലം യഅരിഫൂനി. എന്റെ മുന്നിലൂടെ ഞാൻ ഇത്ര കാലം ജീവിച്ച് പോറ്റി വളർത്തിയ, എന്റെ അധ്വാനം കൊണ്ട് കൈമുതലാക്കിയ ധനം കൊണ്ട് ചെലവഴിച്ചുകൊണ്ട് പോറ്റി വളർത്തിയ മക്കളിതാ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നുണ്ട്. ഖബറിൽ കിടന്നുകൊണ്ട് ഖബറാളി പറയുകയാ, തമുറു അഖാരിബി ജനബാതി ഖബരി. എന്റെ ഖബറിന്റെ അടുത്ത് കൂടെ പുതിയ മുന്തിയ തരം വാഹനങ്ങളിൽ ചീറിപ്പായുകയാണ്. എന്നിലേക്കൊന്ന് നോക്കിയിട്ട് അല്ലാഹുമ്മ ഗഫിർ ലി അബീ, എന്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, എന്റെ സഹോദരന് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്നുള്ള ഒരു പ്രാർത്ഥന പോലും തരാതെ എന്നെ അറിയാത്തതുപോലെ അവരിങ്ങനെ നടക്കുകയാണല്ലോ. തമുറു അഖാരിബി ജനബാതി ഖബരി കഅന്ന അഖാരിബി ലം യഅരിഫൂനി ലഹുൽ മീറാത്തി യഖ്തസിമൂന മാലി. എന്റെ ജീവിതത്തിൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവനും അവരിന്ന് അനന്തരം വെച്ച് വിഭജിച്ചു കൊണ്ടിരിക്കുകയാണ്, വീതം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ അധ്വാനത്തിനിടയിൽ ഞാൻ വരുത്തി വെച്ച കടങ്ങളെ വീട്ടാൻ വേണ്ടി കടക്കാരൻ എന്റെ വീട്ടിലേക്ക് വരുമ്പോ ആ കടം പോലും കൊടുക്കാൻ തയ്യാറാവാതെ തന്റെ മക്കള്
സുഖിച്ചു ജീവിക്കുകയാണല്ലോ. എന്റെ ഓഹരികൾ മുഴുവനും അവർ വീതം വെച്ചിട്ട് അവിടെ സുഖമായി ജീവിക്കുകയാണല്ലോ. എത്ര പെട്ടെന്നാണ് എന്റെ കുടുംബക്കാരെന്നെ മറന്നുപോയത്, എത്ര പെട്ടെന്നാണ് എന്റെ കൂട്ടുകാരെന്നെ മറന്നുപോയത്, എത്ര പെട്ടെന്നാണ് എന്റെ സ്വന്തം മക്കൾ പോലും എന്നെ മറന്ന് വിട്ടേച്ചു പോയിരിക്കുന്നത് എന്ന് ഖബറിൽ കിടന്നുകൊണ്ട് ഖബറാളി കരയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആലോചിച്ചു നോക്കണം, ഇവിടെയാണ് ഖദീജ ബീവിയുടെ സ്നേഹം ആറടി മണ്ണിലെത്തിയിട്ടും കാലങ്ങളായിട്ടും അണമുറിയാത്ത സ്നേഹത്തിന്റെ അനുരാഗത്തിന്റെ അനുഗ്രഹ വർഷമേ ഖദീജ റളിയല്ലാഹു അൻഹാ, സ്നേഹത്തിന്റെ സുഗന്ധമേ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന സ്നേഹത്തിന്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറാവണം. എത്രത്തോളം എന്നറിയുമോ? ജീവിതത്തിൽ ഇടയ്ക്കിടെ ആട്ടിനെ അറുത്തു കൊണ്ടുവന്നിട്ട് അതിനെ കഷ്ണങ്ങളാക്കിയിട്ട് ഖദീജയുടെ ചങ്ങാഴ്ചമാരുടെ അടുത്തേക്ക് ആട്ടിനെ അറുത്ത് കഷ്ണങ്ങളാക്കിയിട്ട് കൊടുത്തയക്കാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്കണം, സ്നേഹത്തിന്റെ നിർമ്മലമായ സ്നേഹത്തിന്റെ തനിമയാർന്ന സ്നേഹത്തിന്റെ ഉദാത്ത ഉദാഹരണം ഇതാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ. കാലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആറടി മണ്ണിൽ സാഹസിക്കുന്ന ഖദീജ ബീവിയെ കുറിച്ച് ഓർത്തുകൊണ്ട് ആ ഖദീജ ബീവിക്ക് വേണ്ടിയിട്ട് മരിച്ചിട്ടും മറക്കാത്ത സ്നേഹം, അവിടെയാണ് ദാമ്പത്യ ജീവിതം പരിപൂർണമാകുന്നത്. മരിച്ചിട്ടും മറക്കാത്ത സ്നേഹം മുത്തുനബി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് അവിടെയാണ്. നമ്മുടെ സ്നേഹവും ആ രൂപത്തിൽ സ്നേഹമസ്വണമായ ഒരു ജീവിതം മരിക്കാതെയെങ്കിലും ജീവിക്കുന്നിടത്തോളം കാലമെങ്കിലും സമാധാനത്തോടെ സന്തോഷത്തോടെ സ്നേഹം പരസ്പരം കൈമാറലുകൾ നടത്തിക്കൊണ്ട് നല്ല ഒരു സന്തോഷ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ ജീവിതം വിജയിക്കുന്നത്. നമുക്കറിയാം, ഒരു ചരിത്രം കൂടി ഞാൻ പറഞ്ഞവസാനിപ്പിക്കുകയാണ്. ജന്നത്തുൽ ബഖീയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം നേരത്തെ ആയിഷ ബീവി നേരത്തെ കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ മുത്തുനബിയും പോയിട്ട് കിടന്നു. അപ്പൊ ആയിഷ ബീവി ഉറങ്ങിയിട്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോ മുത്തുനബി ആ കിടന്നിടത്ത് നിന്ന് മെല്ലെ എഴുന്നേറ്റ് ചെരുപ്പ് എടുത്ത് കതകും തുറന്ന് പുറത്തേക്ക് പോകുന്ന കണ്ടപ്പോ ആയിഷ ബീവി ഉറങ്ങിയിട്ടില്ലല്ലോ, മെല്ലെ കണ്ണ് തുറന്നിങ്ങനെ നോക്കി, എവിടെ ഇപ്പൊ നബി പോകുന്നത്? മറ്റേതെങ്കിലും ഭാര്യമാരുടെ അടുത്തേക്ക് പോവാണ്, ഇന്ന് എന്റെ ദിവസമാണല്ലോ, എവിടത്തേക്ക് നബി ഈ പാതിരാക്ക് മെല്ലെ ഇറങ്ങി പോകുന്നത്? സംശയായി. പെണ്ണെങ്ങനെയാ? പെണ്ണെന്നും സംശയം. ആരാണ് സംശയിക്കുന്നതെന്ന് ആലോചിക്കണേ. മുഴുവൻ പെണ്ണുങ്ങളുടെയും മാതൃകയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയാണ് സംശയിക്കുന്നത്. ആരെ? അൻതല്ലദീ ലൗലാക മാ ഖുലിക ഇംറുഉൻ കല്ലാ വലാ ഖുലിഖൽ ബറാ ലൗലാക. അങ്ങില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് ഒരു പടത്തിനെയും സൃഷ്ടിക്കുമായിരുന്നില്ലെന്ന് പറഞ്ഞ, എന്ന് മാത്രമല്ല ഈ ഭൂമി ലോകത്തെ പോലും പടക്കില്ലായിരുന്നുവെന്ന് പഠിപ്പിച്ച ആ മുത്തുനബിയെ കുറിച്ചാണ് ആയിഷ ബീവി സംശയിക്കുന്നത്. മുത്തുനബി പുറത്തേക്ക് പോകുമ്പോ ആയിഷ ബീവി ഒന്ന് പുറത്തിറങ്ങി ഒരു കറുത്ത പൊതുപ്പ് ഇങ്ങനെ പൊതിച്ചിട്ട് ആയിഷ ബീവി ബേക്കെല്ലാം നടന്നു, കതകും തുറന്ന് മെല്ലെ നടന്നു. എവിടത്തേക്ക് പോകുന്നത് കാണണം. മുത്തുനബി നടന്നു പോവുകയാണ്. എവിടത്തേക്കാണെന്നറിയുമോ? മദീനയിലെ ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന ഖബർസ്ഥാനിലേക്കാണ് നടന്നു പോകുന്നത്. ആയിഷ ബീവി സംശയിച്ചതുപോലെ ഒന്നല്ല സംഭവിക്കുന്നത്. കുറച്ചുകൂടെ മുന്നോട്ട് ആയിഷ ബീവിയും നടന്നു. അടുത്തെത്തി നോക്കുമ്പോ ജന്നത്തുൽ ബഖീയിൽ കിടന്ന് അവിടെ ഇരുന്നു കൊണ്ട് അവിടുത്തെ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന രംഗമാണ് ആയിഷ റളിയല്ലാഹു അൻഹ കാണുന്നത്. കണ്ടപ്പോ ആയിഷ ബീവി മെല്ലെ മടങ്ങാൻ നോക്കാം. റസൂലുള്ള ദുആയും കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോ ആയിഷ ബീവി വേഗം നടക്കാം. കുറച്ച് വേഗത കൂട്ടി റസൂലിന്റെ സ്പീഡിൽ വരുന്ന കണ്ടപ്പോ കഥച്ചുകൊണ്ട് വേഗം വീട്ടിലേക്ക് ഓടി വന്നിട്ട് കഥക്ക് ചാരിയിട്ട് സാധാരണ പോലെ ഒന്നും സംഭവിക്കാത്ത പോലെ ഇങ്ങനെ നടക്കുന്നത്. അള്ളാന്റെ റസൂല് വന്നു. കാണുന്ന രംഗം ഒന്നുമില്ല, സാധാരണ പോലെ കിടക്കാൻ മെല്ലെ വന്നിട്ട് റസൂലുള്ള ആ കിടക്കയില് കട്ടിലിൽ വന്നിങ്ങനെ കിടന്നു. പക്ഷേ ഖദീജ ബീവി
കഥച്ചു വന്നതിൽ അങ്ങനെ കഥപ്പ് ഇങ്ങനെ വരാണ്, ശ്വാസോച്ഛ്വാസം ഇങ്ങനെ വലിക്കാൻ ഓടി വന്ന പരിഭ്രമത്തിൽ വന്ന സമയത്ത് അവർ റസൂലുള്ളാഹിക്ക് സംശയം. റസൂൽ ചോദിച്ചാൽ, അല്ല ആയിഷ, എന്താ തനിക്ക് പറ്റിയത്? എന്ത് പറ്റി നിനക്ക്? ആയിഷ, നിനക്ക് എന്ത് പറ്റി? എന്താണ് ഇങ്ങനെ കിതക്കുന്നത്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ജാള്യത മറച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല ഞാനൊന്നുമില്ല നബി, ഒന്നുമില്ലല്ലോ, എനിക്കൊരു കുഴപ്പമില്ലല്ലോ. വീണ്ടും ചോദിച്ചു, എന്തുകൊണ്ടല്ലോ, എന്തിങ്ങനെ കിതക്കുന്നത്, എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ? ആയിഷ ബീബി മിണ്ടിയില്ല. ആയിഷ ബീബിയോട് മുത്തുനബി പറഞ്ഞു, ആയിഷ, നീ പറയുന്നില്ലെങ്കിൽ എന്റെ റബ്ബ് എനിക്ക് പറഞ്ഞു തരും, അതുകൊണ്ട് പറയൂ ആയിഷ. ആയിഷ ബീബി പറഞ്ഞില്ല, ജാള്യത കൊണ്ടാ. റസൂലുള്ളാഹിനെ സംശയിച്ചിരിക്കുക, എന്തുവരെ പറയാ. കുറച്ചു കഴിഞ്ഞപ്പോ റസൂലുള്ളാഹിക്ക് കാര്യം പിടികിട്ടി. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ ആയിഷ ഖദ് ജാഅകി ശൈത്താനുകി. ആയിഷ നിങ്ങളെ ചൊട്ടിയിട്ട് പറഞ്ഞു, ചേത്താൻ കൂടിയിട്ടുണ്ടല്ലേ? എനിക്ക് ചേത്താൻ കൂടിയിട്ടുണ്ടല്ലേ എന്ന് വെച്ചാല് എന്തോ സംഭവിച്ചിട്ടുണ്ട്. വലിയൊരു പ്രശ്നത്തെ മുത്തുനബി വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കുകയാണ് അവിടെ. നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ എത്രത്തോളം പ്രശ്ന സങ്കീർണമായ ഒരു വിഷയത്തെയാണ് മുത്തുനബി ഇത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് ശൈത്താൻ കൂടിയിട്ടുണ്ടല്ലോ ആയിഷ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലോടി തൊട്ട് സ്നേഹം കൈമാറുകയായിരുന്നു. അവിടെ വലിയൊരു പ്രശ്നത്തെ മുത്തുനബി പരിഹരിക്കുന്ന രംഗം നമ്മൾ ഇതാണ് നിർമ്മലമായ സ്നേഹം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് മനുഷ്യനെവിടെയാണ്? നിസ്സാരമായ സംശയങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക്, ഉടലെടുക്കുമ്പോഴേക്ക് അവിടെ പ്രശ്നങ്ങളാണ്. തലാഖ്, എന്റെ അപ്പുറത്തേക്ക് പിന്നെ പറയണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന വിഷയം ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ള നിസ്സാരമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും. അത് വലുതായി പൊട്ടി പിളർന്ന് ദാമ്പത്യ ജീവിതം, ഒരു കുടുംബത്തിൽ, ഒരു വീട്ടിൽ തീർക്കേണ്ട വിഷയം അങ്ങാടിപ്പാട്ടായി അന്താരാഷ്ട്ര തലത്തിലെത്തി. ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് പോലും തലാഖിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഇസ്ലാമിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ നടക്കേണ്ട രഹസ്യമായ വിഷയങ്ങൾ പോലും പരസ്യമാകുന്ന ഒരു ദുരവസ്ഥയിലേക്ക് മനുഷ്യനെത്തുമ്പോ ആലോചിക്കണേ, എവിടെയാണ് മനുഷ്യൻ ചെന്നുപെടുന്നത്? കാശ് കെ ലോഗ് സമജ് സകേ കെ റിശ്തേ ബനാനാ അസൽ ബാത് നഹീ ബൽകി അസൽ ബാത് ഉൻ റിശ്തോं को निभाना होता है. മനുഷ്യന് കുടുംബ ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത് ആർക്കും കഴിയും. ഒരാണും പെണ്ണും വിചാരിച്ചാല് നിക്കാഹിലൂടെ കുടുംബം സ്ഥാപിക്കാൻ പറ്റും. ആ കുടുംബത്തിലൂടെ വലിയൊരു ബന്ധങ്ങൾക്ക് ഇട നൽകാനും സാധിക്കും. പക്ഷെ ആ കുടുംബത്തെ കൃത്യമായ രീതിയിൽ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ്, പ്രശ്നങ്ങളില്ലാതെ സങ്കീർണതകളില്ലാതെ സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ബന്ധമെന്ന് പറയുന്നത്. അതാണ് അസൽ ബാത്ത് ഉൻ റിശ്തോं को निभाना होता है. നല്ല ബന്ധങ്ങളെ സ്ഥാപിക്കുകയാണ് വേണ്ടത്. വെറുതെ ഒരു ബന്ധം അങ്ങനെ പടച്ചുണ്ടാക്കിയാ പോരാ. നമ്മൾ ആലോചിക്കണം, പലപ്പോഴും നമ്മുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിക്കാൻ വേണ്ടി പറയുന്ന വാക്കാണ് അത് കാലത്തിന്റെ കുഴപ്പമാണ് എന്ന്. കാലത്തിനെന്ത് കുഴപ്പം? നമുക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു അബദ്ധം കാലത്തെ പഴിചേരുകയാണ് നാം. എന്നാൽ അല്ലാഹു പറയുന്നു, ലാ തസുബ്ബു ദഹർ, നിങ്ങൾ കാലത്തെ പഴിക്കല്ലേ. അനദ്ദഹർ, ഞാനാണ് കാലത്തെ പടച്ചവൻ, അതുകൊണ്ട് നിങ്ങൾ കാലത്തെ പടക്കല്ലേ. അപ്നെ ഖറാബിയോं को पसपश्त डालकर हर शख्स कह रहा है ज़माना खराब है. പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതൊക്കെ കാലത്തിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുന്നവർ ആലോചിച്ചു നോക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, നമ്മുടെ കുടുംബ ജീവിതം സംതൃപ്തമാകണോ? ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കണേ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാതാപിതാക്കളുള്ള കുടുംബം, നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളുടെ ജീവിതത്തിൽ നമ്മൾ കൈയെടുത്തുമ്പോ മക്കൾ ആലോചിക്കേണ്ട, ഇന്നത്തെ ചെറുപ്പക്കാർ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും സ്നേഹം കഴിച്ചാൽ പിന്നെ സ്നേഹിക്കേണ്ടത് ആരെയാണ്? നമ്മുടെ മാതാപിതാക്കൾ
മക്കളെയാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മോട് വിളിച്ചു പറയുന്നത്, അനിഷ്കുർലി വലിവാലിദൈക, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യണേ, പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഉപ്പമാരോടും ഉമ്മമാരോടും ശുക്ർ ചെയ്യണേ, നന്ദി ചെയ്യണേ എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സൂചിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സദസ്സിൽ ആരെങ്കിലും തന്റെ ഉമ്മയോടോ തന്റെ ബാപ്പയോടോ തെറ്റി നിൽക്കുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ സദസ്സിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് പുറത്തു പോയിട്ട് നിങ്ങൾ ആലോചിക്കണേ. ആ ഉമ്മയെ വിളിച്ചിട്ട് ആ ഉപ്പയെ വിളിച്ചിട്ട് പൊരുത്തപ്പെടിക്കാതെ നിങ്ങൾ ഇന്ന് കിടന്നുറങ്ങരുതേ. കാരണം അത്ര വലിയ സീരിയസ് ഉള്ള ഒരു പ്രശ്നമാണ്. ഉമ്മയെ വേദനിപ്പിച്ചാൽ ഉമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങളുടെ ജീവിതത്തിൽ വാക്കുകൊണ്ട് നോക്കുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കാതെ ഒരു നിമിഷവും നിങ്ങൾ കഴിച്ചുകൂട്ടണ്ടേ. കാരണം അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ളതാണ് അനിഷ്കുർലി വലിവാലിദൈക. എത്രത്തോളം എന്നറിയുമോ? പ്രായമുള്ള വയസ്സായിട്ടുള്ള ഉമ്മയെയും ഉപ്പയെയും ഉപദ്രവിക്കുന്നവരെ കുറിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രായം ചെന്ന മാതാപിതാക്കളോട് وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا إِمَّا يَبْلُغَنَّ عِندَكَ الْكِبَرَ أَحَدُهُمَا أَوْ كِلَاهُمَا فَلَا تَقُل لَّهُمَا أُفٍّ وَلَا تَنْهَرْهُمَا وَقُل لَّهُمَا قَوْلًا كَرِيمًا واخفض لهما جناح الذل من الرحمة. റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ചിറക് നീ അവർക്ക് വിടർത്തി കൊടുക്കണേ എന്ന് അല്ലാഹു പറയുകയാണ്. എന്ന വാക്ക് പോലും ഉപ്പയോട് നീ പറയരുതേ, ഉമ്മയോട് നീ പറയരുതേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇന്ന് ഗൾഫിലേക്ക് പോകുമ്പോ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കല്യാണം കഴിച്ച് കൊണ്ടുവന്ന നിന്റെ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ അവസാനമായി ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് മുത്തം നൽകാൻ വേണ്ടി മണിയറയിലേക്ക് കയറി പോകാറുണ്ടല്ലോ ഇന്നത്തെ ചെറുപ്പക്കാരെ. എന്നാൽ ആലോചിക്കണേ, വീട്ടിന്റെ അകത്തളങ്ങളിൽ എവിടെയോ തന്റെ പൊന്നുമോന്റെ വിരഹവേദനയിൽ മനസ്സുനുണ്ട് തേങ്ങിക്കരയുന്ന പൊന്നുമ്മയുടെ വേദനം കേൾക്കാൻ ആ പൊന്നുമ്മയുടെ കൈ പിടിച്ച് നെറ്റിയിൽ മുത്തം കൊടുത്തുകൊണ്ട് പകരം വെക്കാനില്ലാത്ത ഉമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ നിഷ്കളങ്കമായി നിൽക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആലോചിക്കണേ പൊന്നുമോനെ, ആലോചിക്കണേ സഹോദര. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഉമ്മയെ മറത്ത് പെണ്ണിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ദുരന്തം. ഇവിടെയാണ് ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന ഒരു സഹാബി. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഉസ്താദിന്റെ അടുത്ത് വന്ന് പറയാറുള്ള പരാതിയാണെന്ത്? ഉമ്മ വല്ലാത്ത മോശം സ്വഭാവം കാണിക്കുന്നു ഉസ്താദേ, ഉമ്മാന്റെ സ്വഭാവം വല്ലാത്ത മോശമാണ് ഉസ്താദേ, ഉപ്പയുടെ സ്വഭാവം വല്ലാത്ത മോശമാണ് ഉസ്താദേ. എന്നാൽ നിങ്ങൾ ആലോചിക്കണേ, അങ്ങനെ ഒരു പരാതി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലില്ല. വാർദ്ധക്യമാകുമ്പോ അല്ലാഹു നൽകുന്ന പരീക്ഷണമാണ് ഉമ്മ, അല്ലാഹു നൽകുന്ന പരീക്ഷണമാണ് ഉപ്പ. സഹിച്ചു ജീവിക്കുകയല്ലാതെ ഒരു പരാതിയും തന്റെ ഉമ്മയെ കുറിച്ച് പറയണ്ട, ഒരു പരാതിയും തന്റെ ബാപ്പയെ കുറിച്ച് പറയണ്ട. ഉമ്മ ബാപ്പയെ കുറിച്ചുള്ള പരാതി, മക്കളുടെ പരാതി, അത് അല്ലാഹുവിന്റെ കോടതിയിൽ അത് കേൾക്കുകയില്ല എന്ന് മാത്രമല്ല മുത്തുനബി പഠിപ്പിക്കുകയാണ്. ഒരു സഹാബി മുത്തുനബിയുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇന്നലി വാലിദത്തുൻ ഉംഫിഖു ഇലൈഹാ, എനിക്കൊരു ഉമ്മയുണ്ട് നബിയേ, എനിക്കൊരു ഉമ്മയുണ്ട് നബിയേ, ഉംഫിഖു ഇലൈഹാ, ഞാൻ ചെലവ് കൊടുക്കുന്നുണ്ട് നബിയേ, എല്ലാവിധ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് നബിയേ. പക്ഷേ വഹിയ തുദീനി ബിലിസാനിഹാ, ആ ഉമ്മയുടെ നാവ് കൊണ്ട് എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നു നബിയേ, ഇതിനൊരു പരിഹാരം തരുമോ നബിയേ? ഫകൈഫ അസ്നഉ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഒരു പരിഹാരം പറഞ്ഞു തരുമോ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയെ കുറിച്ച് പരാതി പറയാൻ വേണ്ടി വന്ന മുത്തുനബിയുടെ അടുക്കലേക്ക് വന്ന സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എല്ലാ പുരുഷന്മാരും എല്ലാ ചെറുക്കന്മാരും എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്കണേ. മുത്തുനബി പറഞ്ഞു, അദ്ദിഹൻത
ഉമ്മയുടെയും ബാപ്പയുടെയും ഹക്കിനെ നീ വീട്ടിക്കൊടുക്കണേ. നിനക്കൊരു ഉമ്മയുണ്ട്, ആ ഉമ്മ നിന്നെ ചീത്ത വിളിക്കുന്നു എന്നാണല്ലോ നിന്റെ പരാതി. എന്നാൽ ആ ഉമ്മയുടെ ഹക്ക് നീ വീട്ടിക്കൊടുക്കണേ. നിന്റെ ശരീരത്തിലെ ഒരു മാംസ കഷ്ണം അത് മുറിച്ചെടുക്കുകയാണെങ്കിൽ പോലും അവരാ ഉമ്മയോടുള്ള ഹക്കിന്റെ 4/1 ഭാഗം പോലും നീ വീട്ടിൽ കൊടുത്തിട്ടില്ല മോനെ. അതുകൊണ്ട് നീ നിന്റെ ഉമ്മയുടെ ഹക്ക് വീട്ടിക്കൊടുത്തിട്ട് വാ. അമാലിംത അന്നൽ ജന്നത തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്. അറിയില്ലടോ നീ ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗമെന്ന കാര്യം നീ അറിയില്ലയോ? പിന്നെ എന്താണ് നീ നിന്റെ ഉമ്മ ഒരു ചീത്ത വിളിക്കുമ്പോഴേക്ക് ആ ഉമ്മയെ കുറിച്ച് പരാതി പറയാൻ എനിക്ക് എവിടുന്നാടോ ധൈര്യം വരുന്നത്? എന്നെ 9 മാസത്തോളം ഗർഭം ചുമന്ന് കുഞ്ഞിന്റെ കാല് വളരുന്നുണ്ടോ കൈ വളരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വളർത്തിക്കൊണ്ടുവന്ന പൊന്നുമോൻ കുറച്ച് വലുതാകുമ്പോഴേക്ക് ഒരു ചീത്ത വിളിക്കുമ്പോഴേക്ക് ഉമ്മയെ ബാപ്പയെ കുറിച്ച് പുറത്താക്കുന്ന പഴയ അവശിഷ്ടം പോലെ വീട്ടിലെ പഴയ ഉപകരണങ്ങളുടെ ഒഴിവാക്കുന്ന കൂട്ടത്തിൽ തന്റെ പഴയ ബാപ്പയെയും ഉമ്മയെയും പുറത്തേക്ക് വലിച്ചെറിയുന്ന കാഴ്ചകൾ, നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാ. സഹാബി വാക്ക് കേട്ടപ്പോ അദ്ദേഹം വല്ലാതെ സ്തബ്ധനായി പോയി. നബിയുടെ വാക്ക് കേട്ടപ്പോ ഞാനിനി ഒന്നും തന്നെ എന്റെ ഉമ്മയെ കുറിച്ച് പറയൂല നബിയെ. ഞാൻ എന്റെ ഉമ്മയെ കുറിച്ച് ഒരു പരാതിയും ഇനി പറയൂല നബിയെ. പുരുഷൻ ആ സഹാബി നേരെ ഉമ്മയുടെ അടുത്ത് ഓടിച്ചെന്നു. എന്നിട്ട് ആ ഉമ്മയുടെ കാൽക്കൽ വീണിട്ട് ആ ഉമ്മയുടെ കാല് മുത്തം നൽകിയിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ എന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് അങ്ങയുടെ പാദത്തിൽ ചുംബിക്കാനാണ്, അങ്ങയുടെ പാദത്തിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നബി എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹാബി മുത്ത് ഉമ്മയുടെ കാൽക്കൽ വന്ന് വീഴുകൊണ്ട് കാലിൽ ചുംബിക്കുന്ന ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെയാണ്. നമ്മൾ എത്രത്തോളം ഉമ്മയെയും ബാപ്പയെയും ശ്രദ്ധിക്കാറുണ്ട്? ഒരാലോചന, ഒരു പുനർവിചിന്തനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം ഒരുപാട് ദീർഘിച്ചിരിക്കുകയാണ്. മക്കളെ കുറിച്ചുകൂടി പറയാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഒരുപാട് സമയം അവസാനിച്ചു. ഞാൻ ഇവിടെ നിർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഏതായാലും നമ്മൾ പോവാണ്. നമ്മുടെ ഈ ഭൂമി ലോകത്ത് നിന്ന് ഒരു നാൾ എല്ലാവരും പിരിഞ്ഞു പോകും, ഒരു സംശയമില്ല. എന്നാൽ ഈ ഭൂമി ലോകത്ത് നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോ നമുക്ക് കൂടെ വരാനുള്ളത് 3 കാര്യങ്ങളാ. പലപ്പോഴും നമ്മൾ കേട്ടു മടുത്തവരാണ്. എന്നാലും നമ്മൾ ആലോചിക്കണേ അതിന്റെ ഗൗരവം. 3 കാര്യങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ കിട്ടുള്ളൂ. ആ 3 കാര്യങ്ങളിൽ ഒന്നാമതായി നബി പഠിപ്പിക്കുന്നത്, ഇദാ മാതൽ ഇൻസാൻ, മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറയുമ്പോ 3 കാര്യങ്ങൾ മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കൂ. ഒന്നാമതായി നബി പഠിപ്പിച്ചിരിക്കുന്നത് സദഖത്തുൻ ജാരിയ. സദഖത്തുൻ ജാരിയ എന്താണ്? സദഖത്തുൻ ജാരിയ, സദഖ എന്ന് പറയുമ്പോൾ തന്നെ എഴുന്നേൽക്കാൻ തോന്നുന്നുണ്ടോ? നിർത്തി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സദഖത്തുൻ ജാരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സദഖ ചെയ്യാറുണ്ട്. എല്ലാ സദഖയും സദഖത്തുൻ ജാരിയല്ല. നമ്മളൊരു പള്ളി എടുക്കുകയാണ്, ആ പള്ളിക്ക് വേണ്ടിയിട്ട് അതിന്റെ പള്ളിയുടെ കല്ല് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ കല്ല് എത്ര കാലം പള്ളിന്റെ മുകളിൽ നിൽക്കുന്നോ, എത്ര കാലം ആ പള്ളിയിൽ വെച്ച് ഒരാൾ നിസ്കരിക്കുന്നതോ ആ കാലം അത്രയും നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം വന്നു ചേരും. ഇതാണ് ജാരിയായ സദഖ. ഒരു മദ്രസ നമ്മൾ പണിയുകയാണ്, ആ മദ്രസക്ക് വേണ്ടിയിട്ട് 1 കിലോ സിമന്റ് നമ്മൾ കൊടുത്തു. അൽഹംദുലില്ലാഹ് 6 ദിവസം കൊണ്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷകരമായ വാർത്ത, 100 ചാക്കോളം സിമന്റ്. ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറെ കാര്യങ്ങളിൽ ഒരു കാര്യം, നമ്മുടെ പഠന സ്ഥാപനമായ അറിവിന്റെ കേന്ദ്രമായ മദ്രസ വിപുലീകരിക്കുക എന്നുള്ള ഒരു വലിയ ഉദ്യമമാണ്. ആ ഉദ്യമത്തിന്റെ വിജയമാണ്. കഴിഞ്ഞ വർഷം
ചെറിയ ഒരു സംവിധാനത്തിലൂടെ വലിയൊരു വിപ്ലവം നടത്താൻ സാധിച്ചു. വാല് സംഘടിപ്പിച്ചതിലൂടെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിച്ചു എന്ന് സംഘാടകരിൽ നിന്ന് അറിയാൻ സാധിച്ചു. ഇപ്പൊ ചെറിയ ഒരു പ്രശ്നങ്ങൾ കൂടി ബാക്കിയുണ്ടെന്ന് അറിഞ്ഞു. അതുകൂടെ ഈ 6 ദിവസത്തിനുള്ളിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ നാട്ടിലെ നല്ലവരായ മഹാമനസ്കർ അവർ തീർച്ചയായും ഞാൻ നാളെ ഖബറിൽ പോയാൽ എനിക്ക് എന്റെ മക്കൾ വേർന്നില്ലെങ്കിലും എനിക്ക് എന്റെ കൂട്ടുകാരന്റെ അടുത്ത് വന്നൊരു ദുആ നടത്തിയില്ലെങ്കിലും റമദാൻ 27 രാവിലെ വന്നിട്ട് ഒരു ദിക്ർ ചൊല്ലിയില്ലെങ്കിലും ഇനി ആരും ഒരു യാസീൻ ഓതിയില്ലെങ്കിലും എനിക്ക് എന്നും എന്റെ പള്ളിയിൽ ഞാൻ ഉണ്ടാക്കിയ സിമന്റ്, ഞാൻ കൊടുത്ത സിമന്റ് കൊണ്ടുണ്ടാക്കിയ പള്ളി ഉണ്ടല്ലോ അവിടെ, ആ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ട്, ദ്വാരക്കുന്നുണ്ട്, അതൊക്കെ കൂലി എനിക്ക് കിട്ടുമല്ലോ എന്നുള്ള ആത്മാർത്ഥമായ മനസ്സോടുകൂടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ അത് സദഖ ജാരിയായ സദഖയാവുകയാണ്. ഖബറിൽ കിടക്കുമ്പോ ഈ പള്ളിയിൽ വെച്ച് എത്ര കാലം ആ പള്ളിയിൽ നിന്ന് ഒരാൾ നിസ്കരിച്ചോ അതിന്റെ ഖബറനുസരിച്ച് നാളെ അവന്റെ ഖബറിൽ കിട്ടും. അല്ലാഹു ഇതിനു വേണ്ടി സദഖത്തുൻ ജാരിയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾക്ക് സദഖ ചെയ്ത ആളുകളുടെ സദഖ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആത്മാർത്ഥമായ രീതിയിൽ കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. മക്കളില്ലാത്തവരുണ്ട്, ഇനിയും മക്കളില്ലാത്തവരുണ്ട്. ജീവിതത്തിൽ ഞാൻ മരിച്ചു പോയാൽ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ദുനിയാവിൽ ഒരാളുണ്ടാവും എനിക്കൊരു പ്രതീക്ഷയില്ല എന്ന് തോന്നുന്ന ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഓർക്കുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? ഇങ്ങനെ കുറെ സദഖ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധ്വാനിച്ചു കൂട്ടിയ മുതല് കുറച്ചൊക്കെ ഇങ്ങനെ ചെലവഴിക്കും. ഇങ്ങനെ ആർക്കെങ്കിലും കൊടുത്തിട്ട് അങ്ങനെ അങ്ങ് തീർത്ത് കളയാതെ കുറെ സ്വജാരിയായ സദഖ സമ്പാദിക്കാം. ഇൽമിന്റെ കേന്ദ്രങ്ങൾക്ക് വേണ്ടി, മസ്ജിദുകൾക്ക് വേണ്ടി, എന്നും നിലനിൽക്കുന്ന സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാം. കസേര, മൈക്ക് സെറ്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിങ്ങളറിയാലോ. ഞാൻ അതിന് കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആലോചിക്കുക, നിരന്തരമായി ഗുണം കിട്ടുന്ന എന്തൊരു കാര്യമാണോ ഉള്ളത് അത് സദഖ ചെയ്യാൻ വേണ്ടി. പ്രത്യേകം പെണ്ണുങ്ങളെ മാഷ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ ഇഷ്ടംപോലെ കാശുണ്ടെന്നാണ് തോന്നുന്നത്. പെണ്ണുങ്ങൾ പ്രത്യേകം ഇതിനു വേണ്ടിയിട്ട് സഹകരിക്കണമെന്ന് അറിയിച്ചതായിട്ട് സൂചിപ്പിച്ചതായിട്ടുണ്ട്. ഏതായാലും ഒരു ഗൾഫിൽ നിന്നൊക്കെ കൊടുത്തയക്കുന്ന പൈസ അവർ വല്ലാതെ ചെലവഴിക്കുന്നില്ല എന്നുള്ളതാണ് ആ ഒരു ധ്വനി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും അവരൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെ കുറെ എന്തിനൊക്കെയോ വേണ്ടി ചെലവഴിക്കുന്നതിലപ്പുറം ഒരു നന്മയായിട്ട് നാളെ എന്റെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട്, എന്നും എടുക്കാൻ പറ്റാത്ത ഡെപ്പോസിറ്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കണം. നമ്മൾ ഒരുപാട് പണങ്ങൾ നമ്മുടെ ബാങ്കിൽ അക്കൗണ്ടിൽ സൂക്ഷിക്കാറുണ്ട്. അതിന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെയുള്ള ചില ഡെപ്പോസിറ്റ്, നാളേക്ക് വേണ്ടിയുള്ള ഡെപ്പോസിറ്റ്, ഭാരതീയ ലോകത്ത് വെച്ച് നമ്മൾ ആ ബാങ്കിങ് അക്കൗണ്ടിൽ നമ്മുടെ സ്ലിപ്പ് ഇട്ടിട്ട് കാർഡ് ഇട്ടിട്ട് വലിക്കുമ്പോൾ ഒരുപാട് അക്കൗണ്ടിൽ നിറഞ്ഞു കിടക്കുന്ന സദഖത്തുൻ ജാരിയ കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഒറ്റപ്പെടുത്തി പെരുമാറാവട്ടെ. നമ്മൾ അധ്വാനിക്കുന്ന ഫലത്തിൽ നിന്ന് ഒരല്പം ഇങ്ങനെയുള്ള നന്മക്ക് വേണ്ടി മാറ്റിവെക്കുക. അതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. നിങ്ങൾ നാളെ ഖബറിലേക്ക് പോകുമ്പോൾ ആ ഖബറിൽ നിന്ന് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും ചില